ഓക്കെ, ലെറ്റ്സ് വെൽക്കം. അപ്പം ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ കുറച്ച് ഡൗട്ടുകൾ ഇന്ന് ക്ലിയർ ചെയ്യുക. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്ക് കുറേ ഡൗട്ടുകൾ ക്ലിയർ ആയി കാണും. അപ്പം അത് കണ്ടപ്പോൾ വേറെ കുറച്ച് ഡൗട്ടുകൾ വന്നു കാണും. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദയവി നിങ്ങളോട് ആദ്യമേ തന്നെ പറയാം, നിങ്ങൾക്ക് ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് ഡൗട്ടിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഡൗട്ട് കഴിഞ്ഞതുപോലെ തന്നെ കുറേ സീരീസ് ഓഫ് ഡൗട്ടുകളാണ്. അതെല്ലാം നിങ്ങൾക്ക് 1 by 1 ആയിട്ടാണ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം. ഓക്കെ, ഇന്ന് ഫസ്റ്റ് ഡൗട്ടിലോട്ട് നമ്മൾ പോകുമ്പം ഐ ഹാവ് ടു ഗോ എന്നൊരു സെൻറ്റൻസ് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഹാവിന് ശേഷം V1 അല്ലേ വന്നേക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് ഓർക്കേണ്ട കാര്യം, അത് ഹാവിന് ശേഷം ഹാവ് ടു എന്നൊരു സ്ട്രക്ചറാണ്. ഒരിക്കലും ഹാവിന് ശേഷമല്ല ഗോ എന്ന് വന്നിരിക്കുന്നത്, ഹാവ് ടുവിന് ശേഷമാണ് ഗോ വന്നിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഹാസും ഹാവിൻ്റെയും ആ ഒരു സ്ട്രക്ചറിലല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ ഇന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആ സ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ യൂസേജിനെ കുറിച്ചും എല്ലാമാണ് ആദ്യം പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഡൗട്ടുകൾ നല്ല ക്ലിയർ ആവും. ഇപ്പോൾ 2 സ്ട്രക്ചറും അതിൻ്റെ ഡിഫറൻസ് പറയാം. അതായത് ആദ്യം അന്ന് ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം എന്നാണ്. അപ്പം നിങ്ങളൊരു സെൻറ്റൻസ് കാണുമ്പം ഒരു സെൻറ്റൻസ് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് വർക്ക്ഡ് ആണ്. അപ്പം ഐ ഹാസ് ഹാവിന് ശേഷം വെർബിൻ്റെ തേർഡ് ഫോം. അത് ഞാൻ എൻ്റെ വീഡിയോ കാണാത്തവർ ശ്രദ്ധിക്കുക, ആ വീഡിയോ ഇന്ന് തന്നെ പോയി കാണുക. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി ക്ലിയർ ആവും. അപ്പോൾ ഹാവിന് ശേഷം വെർബിൻ്റെ തേർഡ് ഫോം എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പറയാൻ പോകുന്ന സ്ട്രക്ചർ, ആ ഡൗട്ടിൻ്റെ മറുപടി ആയിട്ട് ഹാവിന് ശേഷം ഇവിടെ 2 വന്നു. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ, ശരിക്കും അതിന് മൂന്നായിട്ട് നമുക്ക് 3 സ്ട്രക്ചർ ഉണ്ട്. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് 2 പ്ലസ് V1, അല്ലെങ്കിൽ സബ്ജക്ട് പ്ലസ് ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു പ്ലസ് V1. ഇപ്പോൾ സിംഗുലർ ആണെങ്കിൽ ഹാസ് ടു ഉപയോഗിക്കുന്നു, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ പാസ്റ്റ് ഫോമാണ് സബ്ജക്ട് പ്ലസ് ഹാഡ് ടു പ്ലസ് V1. ഇതിനെല്ലാം സ്ട്രക്ചർ V1 ആണ് വരുന്നത്. അതാണ് ആ ചോദിച്ചിരിക്കുന്നത്, ആ ഡൗട്ട്. അത് ക്ലിയർ ആക്കാം. അപ്പോൾ ഇത് രണ്ടോട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിന് ശേഷം അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആവും. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഐ ഹാവ് ടു ആണ്. അതായത് ഇപ്പോൾ പ്ലൂറൽ വരുവാണെങ്കിൽ നമ്മൾ ഹാവ് ടു ഉപയോഗിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഞാൻ എൻ്റെ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഐ ഹാവ് ടു, ഷീ ആണെങ്കിൽ എന്ത് വരും? ഐ ആണെങ്കിൽ ഹാവ് ടു, അത് പ്ലൂറലാണ്. അപ്പോൾ ദേ ആണെങ്കിൽ ഹാവ് ടു, വി ആണെങ്കിൽ ഹാവ് ടു. അപ്പോൾ അങ്ങനെ വരും. പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം. പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ടു, സിംഗുലർ ആണെങ്കിൽ ഹാസ് ടു. ഇപ്പോൾ ഷീ വന്നാൽ ഹാസ് ടു, ഹി ഹാസ് ടു, അല്ലേ? ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഇത് പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഹാസ് ടു ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് മീനിങ്. അപ്പോൾ ഹാസും ഹാവും V3ക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് മീനിങ് എന്നെങ്കിൽ ഇത് ഇനി ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ്. ഓക്കെ, ദാറ്റ്സ് എ ഡിഫറൻസ്. രണ്ടിനും വ്യത്യാസമുണ്ട്. ഹാസ് ഹാവിനും എല്ലായ്പ്പോഴും ഒരു മീനിങ് അല്ല. ഹാസ് ഹാവും അത് എവിടെയാണ്, അതെങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കണം. അല്ലെങ്കിൽ ആ സ്ട്രക്ചർ ഫുള്ളായിട്ട് സെൻറ്റൻസ് നോക്കണം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും അത് ഏത് സ്ട്രക്ചറാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹാസ് ഹാവും V3 പറഞ്ഞിരുന്നു. ഇന്ന് ഹാസ് ടുവിൻ്റെയും ഹാവ് ടുവിൻ്റെയും കാറ്റഗറിയാണ് പറയുന്നത്. ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ്. ഇത് ഇനി നടക്കാനുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞിരുന്ന ഹാസ് ഹാവ് പ്ലസ് V3 ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ സെൻറ്റൻസ് മേക്കെന്ന് പറയുമ്പോഴത്തേന് സ്ട്രക്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് അല്ലെങ്കിൽ സബ്ജക്ട് പ്ലസ് ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു പ്ലസ് V1 ആണ് വരുന്നത്. വെർബിൻ്റെ ബേസ് ഫോം ആണ് വരുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ പറയും? അപ്പോൾ ഞാനൊരു വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ഹാവ് വർക്ക്ഡ് അല്ല, ഐ ഹാവ് ടു ഡു ദ വർക്ക്. അവൾ ഒരു വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണെങ്കിൽ ഷീ ഹാസ് ടു, ഷീ വരുമ്പം സിംഗുലറാണ്, ഞാൻ പറഞ്ഞു. ഷീ ഹാസ് ടു ഡു ദ വർക്കാണ്. അപ്പം ഇത് രണ്ടും ഏകദേശം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം. നീ ആ ഡോറ് തുറക്കേണ്ടതായിട്ടുണ്ട്, യു ഹാവ് ടു ഓപ്പൺ ദ ഡോർ, യു ഹാവ് ടു ഡു ദ വർക്ക്, യു ഹാവ് ടു ഡു ദ ഹോം. ദ പേഷ്യൻറ്റ് ഹാസ് ടു ഡു സംതിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാറ്റഗറി. അപ്പോൾ സിംഗുലർ ആണെങ്കിൽ ഹാസ് ടു വരും, പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹാവ് ടു ഉപയോഗിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതിനകത്ത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഇത് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവും അതിൻ്റെ നെഗറ്റീവും അതിൻ്റെ ക്വസ്റ്റിനോട് പറഞ്ഞങ്ങ് പോകാം. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഇച്ചിരി ക്ലിയർ ആവും. അപ്പോൾ ഹാവ് ടുവിൻ്റെ സ്പ്ലിറ്റ്, ഹാവ് ടുവിൻ്റെ അതിൻ്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴത്തേന് ഹാവ് ടുവിന് ശരിക്കും അതിൻ്റെ നെഗറ്റീവ് നമ്മൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഹാവിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം രണ്ടായിട്ട്. ആ വീഡിയോ അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാവിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ പറയും? ഡു പ്ലസ് ഹാവ് ആണെന്ത് ഹാവ് എന്ന് പറയുന്നത് ഓർത്തോണം. ഡു പ്ലസ് ഹാവ് ആണെന്ത് ഹാവ്, അത് ഓർക്കണം. അതേപോലെ ഹാസിനെ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ ഡസ് പ്ലസ് ഹാവ് ആണ് എന്ത് ഹാസ്, ഓർക്കണം.
ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. ഓർത്തോണം. അപ്പം നാളെ ഒരാളോട് സ്പ്ലിറ്റ് ചെയ്യാൻ പറയുവാണ്, ഹാസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറയുവാണ്, നിങ്ങൾ ഓർത്തോണം. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ക്ലിയർ ആവും. നമ്മൾ ഹാസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മറക്കല്ല്, ഹാവിനെ സ്പ്ലിറ്റ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ ഈ സ്പ്ലിറ്റിംഗ് അറിയാമെങ്കിൽ നെഗറ്റീവ് നമുക്ക് മെയിനായിട്ട് മേക്ക് ചെയ്യാൻ പറ്റും. അതായത് ഐ ഹാവ് ടു ഡൂ ദ വർക്ക്. ഞാൻ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ആ വർക്ക് ചെയ്യേണ്ടതായിട്ടില്ല എന്നാണെങ്കിൽ ഹാവിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെയൊക്കെ? ഡു പ്ലസ് ഹാവ് ആട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനിടയ്ക്ക് നോട്ട് ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ടു ഡൂ ദ വർക്ക് എന്ന് പറയാം. ഐ ഡോണ്ട് ഹാവ് ടു. ഓർക്കണം. അപ്പോൾ ദ പേഷ്യൻ്റ് ആണെങ്കിൽ സിംഗുലർ ആണ്, ഐ ആണെങ്കിൽ പ്ലൂറലാണ്. അപ്പോൾ വി ആണെങ്കിലോ വി ഡോണ്ട് ഹാവ് ടു, ദേ ഡോണ്ട് ഹാവ് ടു, പേഷ്യൻസ് ഡോണ്ട് ഹാവ് ടു. ഓക്കെ. അപ്പം നിങ്ങൾ ഓർക്കേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണ് നെഗറ്റീവ് വരുന്നത് പ്ലൂറൽ വരുമ്പോൾ. ഇതേപോലെ സിംഗുലർ കാറ്റഗറി ആണെങ്കിൽ ഷീ വരുവാണെങ്കിൽ ഓർത്തോണം, ആ ഹാസ് ടുവിനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഓർത്തോണം, സിംഗുലർ ആണെങ്കിൽ ഹാസ് ടുവിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഷീ ഹാസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും? ഡസ് പ്ലസ് ഹാവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഷീ ഡസ് നോട്ട് ഹാവ് ടു ഡൂ ദ വർക്ക്. അവളത് ചെയ്യേണ്ടതായിട്ടില്ല. ഇനി അത് പ്ലൂറൽ ചെയ്ത് പേഷ്യൻ്റ് അത് ചെയ്യേണ്ടതായിട്ടില്ല. എങ്ങനെ പറഞ്ഞത്? പേഷ്യൻ്റ് ഡസ് നോട്ട് ഹാവ് ടു ഡൂ ദാറ്റ് എന്ന് പറഞ്ഞാൽ മതി. എന്താണ് ചെയ്യേണ്ടത്? അത് പേഷ്യൻ്റ് ഡസ് നോട്ട് ഹാവ് ടു ടേക്ക് ദ മെഡിസിൻ. ആ മെഡിസിൻ എടുക്കേണ്ടതായിട്ടില്ല. ദ പേഷ്യൻ്റ് ഡസ് നോട്ട്, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഡസ് നോട്ട് ഹാവ് ടു ടേക്ക് ദ മെഡിസിൻ. കാരണം ദ പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ സിംഗുലർ ആണ്, ഡസ് നോട്ട് വരുമ്പോൾ നമ്മൾ ഹാസ് ഒക്കെ ചിലർക്ക് ടെൻഡൻസി ഉണ്ട്. സോ ഒരിക്കലും ഡസിന് ശേഷം എന്ത് വരില്ല? ഹാസ് വരില്ല. അപ്പോഴും അത് പ്ലൂറൽ ആയിരിക്കും. അതിന് ഹാവ് തന്നെ വരുന്നത്. അത് ഓർത്തിരിക്കുക. അപ്പം ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതേപോലെ തന്നെ പ്രശ്നങ്ങളില്ല. ഹാവ് ടു ആണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഡു യു ഹാവ് ടു, ഡു യു ഹാവ് ടു, ഡു ദേ ഹാവ് ടു എന്ന കാറ്റഗറിയാണ് പോസിറ്റീവ്, അതായത് ഹാവ് ടുവിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. അതേപോലെ ഡസ് കാറ്റഗറി വരുവാണെങ്കിൽ ഡസ് ഷീ ഹാസ് ടു അല്ല, ഡസ് ഷീ ഹാവ് ടു ആ. അവളത് ചെയ്യേണ്ടതായിട്ടുണ്ടോ? സിംഗിളുണ്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡസ് ഷീ ഹാവ് ടു ആണ്. ഒരിക്കലും ഹാസ് എഴുതരുത്. അപ്പോൾ ഡസ് ഷീ ഹാവ് ടു ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ, രണ്ടും ആ മൂന്നിൻ്റെയും പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻ ഏകദേശം ക്ലിയർ ആയെന്നാണ് വിചാരിക്കുന്നത്. ഹാസ് ടുവിൻ്റെയും ഹാവ് ടുവിൻ്റെയും ഇതിന് മീനിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന മീനിങ് ആണ് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ പോകുന്നതാണ് ഹാവ് ടു. അപ്പോൾ ഹാവ് ടു എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹാവ് ടു ഇതിൻ്റെ പാസ്റ്റാണ്. അപ്പോൾ എനിക്ക് ചെയ്യേണ്ടി വന്നു എന്നാണ്. അതായത് അതിൻ്റെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്കൊരു ഫോഴ്സ് ഉണ്ട്. നിർബന്ധമായിട്ട് നമുക്കൊരു കാര്യം എനിക്ക് എന്തോ, അതായത് ഇപ്പം നമ്മളോട് നോർമലി പറഞ്ഞിരുന്നു എനിക്കത് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ എനിക്കത് ആ വർക്ക് ചെയ്യേണ്ടി വന്നു, എന്തോ ഒരു ഫോഴ്സ് നമുക്ക് അതിൻ്റെ പിന്നിലുണ്ട്. ആ ഒരു ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത് എപ്പോഴും. അപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹാവ് ടു ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹാവ് ടുവിന് പിന്നെ സിംഗിൾ എന്നോ പ്ലൂറൽ എന്നുള്ള ഡിഫറൻസ് ഒന്നുമില്ല. എന്ത് വന്നാലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹാവ് ടു ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് ഹാസ് ടു ഹാവ് ടു അങ്ങനെയല്ല. സിംഗുലർ വന്ന ഹാസ് ടു, പ്ലൂറൽ വന്ന ഹാവ് ടു ഉപയോഗിക്കും. അപ്പോൾ ഹാവ് ടുവിൻ്റെ മാത്രമുള്ള ഒരു കാറ്റഗറിയാണ്. അതിന് സിംഗുലർ എന്നോ പ്ലൂറൽ ഒന്നുമില്ല, അത് പാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹാവ് ടു ഉപയോഗിക്കാം. അപ്പോൾ എനിക്കത് ചെയ്യേണ്ടി വന്നു, എങ്ങനെ പറയും? ഐ ഹാഡ് ടു ഡൂ ദ വർക്ക് എന്നാണ്. എനിക്കവളെ വിളിക്കേണ്ടി വന്നു, ഐ ഹാഡ് ടു കോൾ ഹെർ എന്നാണ്. പേഷ്യൻ്റ് ആ മെഡിസിൻ എടുക്കേണ്ടി വന്നു, OET ആയിട്ട് ബന്ധപ്പെട്ട സെൻറ്റൻസ് ആണെങ്കിൽ ദ പേഷ്യൻ്റ് എങ്ങനെ പറയും? ഹാഡ് ടു ടേക്ക് ദ മെഡിസിനാണ്. സംശയമില്ല. ഇനിയിപ്പം അതിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ, അപ്പോൾ ഓർത്തോണം, ഇവിടെ ഷീ ആണെങ്കിലും ഷീ ഹാഡ് ടു ആണ്, ഹി ആണെങ്കിലും ഹി ഹാഡ് ടു ആണ്, ദ പേഷ്യൻ്റ് ആണെങ്കിൽ ദ പേഷ്യൻ്റ് ഹാഡ് ടു ആണ്, വി ഹാഡ് ടു ആണ്. ഇപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അതിനകത്ത് സംശയങ്ങളില്ല, ഹാഡ് ടു എന്ന കാറ്റഗറിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇതേപോലെ തന്നെ നമ്മൾ നെഗറ്റീവിലോട്ട് പോവാം. നെഗറ്റീവ് പറയുകയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ട കാരണം, ഐ ഹാഡ് ടു ആണെങ്കിൽ ഇവിടെ ഹാഡിനെ മുമ്പേ ഡൂൺ ഡസും, അതായത് ഹാസിനെ ഹാവിനെ സ്പ്ലിറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ഹാഡിനെ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എങ്ങനെ മാറ്റും? ഡിഡ് പ്ലസ് ഹാവ് ആണ് എന്ത്? ഹാഡ്. ഓർക്കണം, ഡിഡ് പ്ലസ് ഹാവ് ആണ് ഹാഡ് വരുന്നത്. അപ്പോൾ എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റൻസ് ഇനിയും പറയുന്നത് ഇപ്പോൾ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്താൽ മതി, ഒന്നും പേടിക്കേണ്ട. മുമ്പേ ഹാസ് ഹാവ് ടു സ്പ്ലിറ്റ് ചെയ്ത പോലെ തന്നെ അതേ കാറ്റഗറി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെയ്യേണ്ടി വന്നു, ഐ ഹാഡ് ടു ഡൂ ദ വർക്ക് ആണെങ്കിൽ എനിക്ക് ചെയ്യേണ്ടി വന്നില്ല, ഐ ഡിഡ് നോട്ട്. ഓർക്കണം, ഒരിക്കലും വേറൊന്നും വരില്ല, നേരെ ഹാവ് ടു. ഐ ഡിഡ് നോട്ട് ഹാവ് ടു ഡൂ ദ വർക്ക്. എനിക്ക് ആ വർക്ക് ചെയ്യേണ്ടി വന്നില്ല. ഐ ഡിഡ് നോട്ട് ഹാവ് ടു അറ്റൻഡ് ദ മാരേജ് ആണ്. ഐ ഡിഡ് നോട്ട് ഹാവ് ടു കോൾ ഹെർ. എനിക്ക് അവളെ വിളിക്കേണ്ടി വന്നില്ല. പേഷ്യൻ്റ് മെഡിസിൻ എടുക്കേണ്ടി വന്നില്ല. എങ്ങനെ പറയും നമ്മൾ സെൻറ്റൻസ്? ദ പേഷ്യൻ്റ് ഡിഡ് നോട്ട് ഹാവ് ടു ടേക്ക് ദ മെഡിസിൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പോസിറ്റീവായി നെഗറ്റീവായി. ഇനി ക്വസ്റ്റ്യൻ ആണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ മെഡിസിൻ എടുക്കേണ്ടി വന്നോ എന്നാണെങ്കിൽ ഡിഡ് യു ഹാവ് ടു ടേക്ക് ദ മെഡിസിൻ ആണ്.
നിനക്ക് അവളെ വിളിക്കേണ്ടി വന്നു. ഡിഡ് യു ഹാവ് ടു കോൾ ഹെർ ആണ്. ഡിഡ് യു ഹാവ് ടു ഡു ദ വർക്ക് ആണ്. അപ്പോൾ അതാണ് സെൻറ്റൻസസ്. അപ്പോൾ നിങ്ങൾക്ക് ഹാഡ് ടുവിൻ്റെ മീനിങ്, അതായത് എനിക്ക് ചെയ്യേണ്ടി വന്നുള്ള മീനിങ് ആണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഇന്ന് സ്ട്രക്ചർ 3 പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്ന് ആ ഡൗട്ടുമായിട്ട് ബന്ധപ്പെട്ട ഇനി കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിസന് വേണ്ടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹാസ് ഹാവിന് ശേഷം ആ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഹാസ് ഹാവിന് ശേഷം വേർബിൻ്റെ തേർഡ് ഫോം, ബട്ട് ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടുവിന് ശേഷം വേർബിൻ്റെ ബേസ് ഫോമാണ്. അതിൻ്റെ മീനിങ് വേറെയാണ്, അത് വേറെ സ്ട്രക്ചറാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഹി ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് വിത്ത് പാരസെറ്റമോൾ ആണോ അതോ ഹി ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് ഓൺ പാരസെറ്റമോൾ ആണോ? കാരണം പ്രിസ്ക്രൈബ്ഡ് വരുമ്പം പ്രിപ്പോസിഷൻ ഉണ്ട്, കാറ്റഗറി, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സോ ദ ആൻസർ ഈസ്, അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഓണും വേണ്ട വിത്തും വേണ്ട സെൻറ്റൻസ് അക്കാഡമിക് ആക്കാൻ. അതായത് ഹി ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് പാരസെറ്റമോൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പം നിങ്ങൾക്ക് ആ സെൻറ്റൻസ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു സെൻറ്റൻസിൻ്റെ അകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് വേറൊരു മിസ്റ്റേക്ക് കൂടെ വരാൻ സാധ്യതയുള്ളത്, ഹി ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതേപോലെ ചില സ്റ്റുഡൻസ് ഹി വാസ് പ്രിസ്ക്രൈബ്ഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വീണ്ടും കൺഫ്യൂഷൻ വരുന്നുണ്ട്. എവിടെ ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡും എവിടെ വാസ് പ്രിസ്ക്രൈബ്ഡും. അതും ഞങ്ങൾ സെൻറ്റൻസ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റുഡൻസ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ അവർ ഡൗട്ടുകൾ വരാറുണ്ട്. അപ്പോൾ അവിടെയും കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടൊന്ന് ക്ലിയർ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് നിങ്ങൾ ഓർക്കേണ്ട കാരണം ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് റീസെൻ്റ് ആയിരിക്കണം. ഹി ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് പാരസെറ്റമോൾ എന്ന് പറഞ്ഞിട്ട് അതിന് ടുഡേ, ദിസ് മന്ത്, അതായത് ഈ ഒരു വീക്ക്, ദിസ് മന്ത് അല്ലെങ്കിൽ ദിസ് വീക്ക്, ടുഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ആ ടൈം ഉപയോഗിക്കരുത്. സിമ്പിളായിട്ട് പറയാം. കാരണം അത് റീസെൻ്റ് ആണെന്ന് അതിൻ്റെ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഹി വാസ് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുമ്പം അത് പാസ്റ്റാണ്, പ്രസൻറ്റുമായിട്ട് ബന്ധമില്ല. അപ്പോൾ അത് പാസ്റ്റാണ്. അവിടെ നമുക്ക് ടൈം മെൻഷൻ ചെയ്യാം. ഓക്കെ, ഈ ടുഡേ ദിസ് മന്ത് എന്ന രീതിയല്ല, ഏതാണോ ടൈം പറയേണ്ടത് ആ ഒരു ഡേറ്റ് പ്രകാരം നമുക്ക് ആ ഒരു പോയിന്റ് ഓഫ് ടൈം നമുക്ക് എവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. ഹി വാസ് പ്രിസ്ക്രൈബ്ഡിൻ്റെ അകത്ത് പറയാൻ പറ്റും. ആ ഒരു ഡേറ്റിൽ നമുക്കത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി നമുക്ക് പോയിന്റ് ഓഫ് ടൈം വെച്ച് ഡേറ്റ് വെച്ച് മെൻഷൻ ചെയ്യുമ്പോൾ അത് പറയാം. കാരണം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുവാണെങ്കിൽ ഒരു ജനറൽ എക്സാമ്പിൾ എടുക്കുക. അതായത് ഐ ടോട്ട് എന്ന് പറയാം. ഐ ടോട്ട് ഗ്രാമർ എന്ന് പറയുമ്പോൾ ഐ ഹാവ് ടോട്ട് ഗ്രാമർ. ഇപ്പം ഞാൻ ഗ്രാമർ പഠിപ്പിച്ചു ഇന്നലെ എന്നാണെങ്കിൽ ഐ ടോട്ട് ഗ്രാമർ എസ്റ്റർഡേ എന്ന് പറയണം. ഐ ടോട്ട് ഗ്രാമർ എസ്റ്റർഡേ എന്ന് പറയാം. സെൻറ്റൻസ് മേക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ചില സ്റ്റുഡൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ടോട്ട് ഗ്രാമർ എസ്റ്റർഡേ എന്ന് സെൻറ്റൻസ് മേക്ക് ചെയ്യും. അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. കാരണം ഹാവ് ടോട്ട് വരുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഹാസ്, ഹാവ് പ്ലസ് V3 വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ക്ലാസ്സുകളിൽ പീരീഡ് ഓഫ് ടൈം മെൻഷൻ ചെയ്യാൻ പറ്റും. ബട്ട് ഒരിക്കലും പോയിന്റ് ഓഫ് ടൈം മെൻഷൻ ചെയ്യാൻ പറ്റില്ല. സോ ഐ ടോട്ട് ഗ്രാമർ എസ്റ്റർഡേ എന്ന് സെൻറ്റൻസ് മേക്ക് ചെയ്യരുത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഇനി നിങ്ങൾക്ക് ടൈം വേണ്ട, ഓക്കെ, നിങ്ങൾക്ക് സെൻറ്റൻസ് വേണമെങ്കിൽ സെൻറ്റൻസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതായത് ഐ ഹാവ് ടോട്ട് ഗ്രാമർ എന്ന് മാത്രം പറയാം. അവിടെ ടൈം ഉപയോഗിക്കണ്ട. അവിടെ ടൈം ഉപയോഗിക്കാതെ പറയുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലാരിഫിക്കേഷൻ വരുന്നത്. കാരണം ഇതിനകത്തൊരു സ്ഥിരമായിട്ട് സെൻറ്റൻസ് എഴുതുമ്പോൾ തെറ്റാനുള്ള കാരണം തന്നെ ഈ ഒരു ചെറിയ വ്യത്യാസം തന്നെ. അപ്പോൾ പലരും പറയുന്നുണ്ട് ഗ്രാമർ വേണ്ട എന്ന്, ചിലത് വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിക്കും, അപ്പം ഇതൊരു ഗ്രാമർ വേണ്ടേ? അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് ചെറിയ മിസ്റ്റേക്കാണ്. കാരണം ഇത് നേരത്തെ പഠിച്ചിട്ടുള്ള കുട്ടിയെ സംബന്ധിച്ച് ഓട്ടോമാറ്റിക് ആ കുട്ടിക്ക് അത് വരും. പക്ഷെ നമ്മളിപ്പം ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച് അല്ലെങ്കിൽ നമുക്ക് അത്ര ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഒരു നോളജ് ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനാണ്, നമ്മൾ തെറ്റും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ഇതൊരു മൈന്യൂട്ട് ഡിഫറൻസ് ആയിരുന്നു, മൈന്യൂട്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. ബട്ട് ആ സെൻറ്റൻസ് ഒരു ബിഗ് മിസ്റ്റേക്ക് തന്നെ അത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ബട്ട് അത് ഐ ടോട്ട് ഗ്രാമർ എന്ന കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ അത് ഡയറക്റ്റ് V2 വന്നിരിക്കുക. ഹാസ് ഹാവ് മച്ചിൽ വരുമ്പം നമ്മൾ എന്ത് ഉപയോഗിക്കരുത്, അവിടെ ടൈം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ടൈം ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രസൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ദിസ് മന്ത് അല്ലെ ടുഡേ, ദിസ് വീക്ക് എന്നൊക്കെ പറഞ്ഞ് റീസെൻ്റ് ഇമ്പാക്റ്റ് വരും. അപ്പോൾ രണ്ട് കേസിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ടൈം ഇല്ലാതെ ഉപയോഗിക്കാനാണെങ്കിൽ നമ്മൾ ഹാസ് ഹാവ് ഇട്ട് V3 വേർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ പാസീവ് സ്ട്രക്ചർ ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അടുത്ത മിസ്റ്റേക്ക് ഷീസ് ഓൺ ആസ്പിരിനും ഉണ്ട്. അതുപോലെ ഷീസ് ഓൺ ആസ്പിരിൻ സെൻറ്റൻസ് ശരിയാണോ തെറ്റാണോ? സെൻറ്റൻസ് ശരിയാണ്, ബട്ട് നമുക്ക് കുറച്ചുകൂടെ അക്കാഡമിക് ആകാം സെൻറ്റൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഷീസ് ടേക്കിംഗ് ആസ്പിരിൻ എഴുതുന്നതാണ് സത്യം പറഞ്ഞാൽ ഇച്ചിരി അക്കാഡമിക്, ഇച്ചിരി കുറച്ച് ഫോമലായിട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോൾ. അത് ആ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എൻ്റെ കമ്മിങ് വീഡിയോസ്, എൻ്റെ നേരത്തെയുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പം ഓർക്കുക, ഷീസ് ടേക്കിംഗ് ആസ്പിരിൻ എന്ന് എഴുതിയാൽ മതി. അതാണ് മോർ അക്കാഡമിക്. ഓക്കെ, നമ്മളിനി അടുത്ത് പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ, അതായത് 3 ഇയറായിട്ട്, അതായത് മെഡിക്കൽ കണ്ടീഷൻ, അതായത് 3
ഇയർ തന്നു, അത് മൂന്ന് മെഡിക്കൽ കണ്ടീഷൻ തന്നു, അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വീണ്ടും ഒരു ഡൗട്ട് വന്നത്, ഒരു ഇയർ തന്നെ 2 മെഡിക്കൽ കണ്ടീഷൻ, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ വേറൊരു മെഡിക്കൽ കണ്ടീഷൻ അടുത്തൊരു ഇയറാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാർ എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം, ശ്രദ്ധിച്ചു. അതെങ്ങനെ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹൈപ്പർ ടെൻഷൻ 2001, ഹൈപ്പർ കൊളസ്ട്രീലീമിയ 2002, ഡയബറ്റീസ് 2002. ഇപ്പോൾ 2 കണ്ടീഷൻ അത് സെയിം ഇയർ തന്നെ വന്നിരിക്കുക. അപ്പോൾ ഇതെങ്ങനെ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോ, ഇത് വളരെ സിമ്പിളാണ്. ഈ സെൻറ്റൻസ് ഇങ്ങനെ വരും: ഷീ ഹാസ് ഹാഡ്, നമ്മൾ ഏതാണോ ഏതൊക്കെ ഏത് ഇയറിലാണോ 2 കണ്ടീഷൻ വന്നിരിക്കുന്നത് ആ കണ്ടീഷൻ നോട്ട് ചെയ്യുക. അതായത് ഷീ ഹാസ് ഹാഡ് ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർ കൊളസ്ട്രീലീമിയ, അതായത് അത് രണ്ടും പറഞ്ഞു. അതിനുശേഷം സിൻസ് 2002 എന്ന് മെൻഷൻ ചെയ്യണം. അതിനുശേഷം ആൻഡ് ഇട്ടിട്ട് ആ മൂന്നാമത്തെ കണ്ടീഷൻ ഏത് ഇയറാണോ അത് പറഞ്ഞാൽ മതി. അതായത് ആൻഡ് ഹൈപ്പർ ടെൻഷൻ സിൻസ് 2001. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അത് ഒരു കൂടി ഞാൻ പറയാം. സെൻറ്റൻസ് ഇങ്ങനെ വരും: ഷീ ഹാസ് ഹാഡ് ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർ കൊളസ്ട്രീലിമിയ സിൻസ് 2002 ആൻഡ് ഹൈപ്പർ ടെൻഷൻ സിൻസ് 2001 എന്നെഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെൻറ്റൻസ് അക്കാഡമിക്കായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്തത് ഒരു ഡൗട്ട് ഇങ്ങനെ ആയിരുന്നു: ഷീ ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം സിൻസ് ഉപയോഗിക്കണോ, അത് ഉപയോഗിക്കാതെ സെൻറ്റൻസ് എഴുതാൻ പറ്റത്തില്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെ, കാരണം അതിന് ഉണ്ടെന്ന് പറയാൻ വളരെ സിമ്പിളായിട്ട് ഷീ ഹാസ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഷീ ഹാസ് ഹൈപ്പർ ടെൻഷൻ എന്ന് സെൻറ്റൻസ് അങ്ങ് മേക്ക് ചെയ്താൽ മതി. അതിനിപ്പം ഹാസ് കാർഡ് ഉപയോഗിക്കേണ്ട, ടൈം ഉപയോഗിക്കേണ്ടപ്പോഴാണ് ഹാസ് കാർഡ് ഉപയോഗിക്കേണ്ടത്. ദാറ്റ് ഇസ് ഡിഫറൻസ്. ഉണ്ടെന്ന് മാത്രം പറയുകയാണെങ്കിൽ ഹാസ് ഉപയോഗിച്ചാൽ മതി, സിമ്പിൾ പ്രസൻറ്റിൽ പറഞ്ഞാൽ മതി, അദ്ദേഹത്തിന് അതുണ്ട്, ആ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ ടൈം വെച്ച് പറയുമ്പോൾ ഹാസ് കാർഡ്, അപ്പോൾ അതുകൊണ്ട് സിൻസോ ഫോറോ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസ് കാർഡിൻ്റെ കൂടെയാണ് സിൻസ് ഫോറോ ഉപയോഗിക്കേണ്ടത്. അപ്പോഴാണ് ആ സെൻറ്റൻസിന് ആ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ കറക്റ്റ് ആകുന്നത്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് പറയുക, അല്ലെങ്കിൽ ഹാസ് കാർഡ് വെച്ച് ടൈം വെച്ച് പറയുക, രണ്ടിനും. കാരണം ചിലപ്പം നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് കാർഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്ന് ചില അടുത്തു നിന്നൊരു ഇൻഫർമേഷൻ കിട്ടി. കാരണം സ്റ്റുഡൻസ് ഓൺലൈൻ ജോയിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഓൺലൈൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് ചിലപ്പോഴും എൻക്വയറി വരാറുണ്ട്, സാർ ഹാസ് കാർഡിൻ്റെ യൂസേജ് അത് ഉപയോഗിക്കണോ? അപ്പോൾ നമ്മളങ്ങനല്ല. ഇതിപ്പം ഡ്യൂറേഷൻ വെച്ച് പറയണമെങ്കിൽ ഹാസ് കാർഡ് ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ ആ സിറ്റുവേഷൻ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ അപ്പം ഒരു കാര്യം ചെയ്യേണ്ടത്, ആ ഒരു ഹാസ് കാർഡ് ഉപയോഗിക്കുക, സെൻറ്റൻസ് എഴുതുക. നിങ്ങൾക്കിപ്പം സെൻറ്റൻസ് ഡ്യൂറേഷൻ വെച്ചിട്ട് അവിടെ ഒരു കണ്ടീഷൻ പറയണമെങ്കിൽ ഹാസ് കാർഡ് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഹാസ് കാർഡ് ഉപയോഗിക്കേണ്ടത് ഹാസ് കാർഡ് ഉപയോഗിക്കുക, ഹാസ് ഉപയോഗിക്കേണ്ടത് ഹാസ് ഉപയോഗിക്കുക. ഇത് രണ്ടും ഡിഫറൻറ്റാണ്. അപ്പം രണ്ടിനും രണ്ടിൻ്റേതായ യൂസ് ഉണ്ട്, അല്ലാതെ ഒന്നും ഉപയോഗിക്കേണ്ട എന്ന് നമുക്ക് ഗ്രാമറിൽ പറയാൻ പറ്റില്ല. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളിനി അടുത്ത് സംസാരിക്കാൻ പോകുന്നത് ഒരു ഡൗട്ടാണ് പേഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് യൂസ് ടു. അതായത് അവർ ഉപയോഗിക്കുമ്പോൾ യൂസ് ടു വുഡും തമ്മിലുള്ള ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എവിടെ യൂസ് ടു ഉപയോഗിക്കുന്നു, എവിടെ വുഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷനാണ് ഒരു ക്ലിയർ ആക്കാൻ പോകുന്നത്. അതിന് മുമ്പ് അതിനെക്കുറിച്ച് യൂസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ക്ലാസ് സെക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് യൂസ് ടുവിനെ കുറിച്ച് സംസാരിക്കാം. അതായത് എങ്ങനെയാണ് യൂസ് ടു ഉപയോഗിക്കുന്നത്, എവിടെ ഉപയോഗിക്കണം, ഏത് സിറ്റുവേഷനാണ് യൂസ് ടു ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിക്കും. എങ്ങനെ ക്ലിയർ ആക്കാം, അതേ സിറ്റുവേഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയാൻ പോകുന്നത് യൂസ്ഡ് ടു. അപ്പോൾ അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ ആദ്യം പറയാം. അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് V1 ആണ്. ഓർക്കണം, സബ്ജക്റ്റ് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് V1 ആണ് സ്ട്രക്ചർ. നോക്കണം, വേർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കുന്നു, ഓർത്തോണം. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇതുമായിട്ട് കൺഫ്യൂഷൻ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യൂസ്ഡ് ടു എന്നുള്ള കാറ്റഗറി ഉണ്ട്. അതായത് പലപ്പോഴും യൂസ്ഡ് എന്ന് പറയുന്നുണ്ട്, ഞാൻ ഉപയോഗിച്ചു എന്ന കാറ്റഗറി പറയുമ്പോൾ ആ യൂസ്ഡ് സംതിങ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതല്ല, ഇത് ആ ഒരു സ്ട്രക്ചർ അല്ല. കാരണം ആ യൂസ്ഡ് എന്ന കാറ്റഗറി അല്ല ഇവിടെ. ഇത് യൂസ്ഡ് ടു എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ സ്ട്രക്ചറാണത്. അതായത് യൂസ്ഡ് എന്ന് പറയുന്നത് ഓക്സിലറി കാറ്റഗറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓക്സിലറീസിലുള്ളതാണ്. അത് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അതായത് നമ്മളൊരു പാസ്റ്റ് ആക്ഷൻ, ഞാനിപ്പോൾ ഒരിടത്ത് പോയി, അല്ല ഞാനൊരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഇവന്ന് ഐ ഡിഡ് ഇറ്റ് എന്നാണ് പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് നമുക്ക് ഉപയോഗിച്ചാൽ മതി. ചിലപ്പോൾ അത് ഒരു തവണ ചെയ്തു എന്ന കാറ്റഗറി ആണെങ്കിൽ ഐ ഡിഡ് ഇറ്റ്, ഞാൻ പോയി, ഐ വെൻറ്റ്, ഒരിടത്ത് പോയി എന്ന കാറ്റഗറിയാണ്. ബട്ട് അവിടെ പോകാറുണ്ടായിരുന്നു, അതായത് പാസ്റ്റിൽ എപ്പോഴോ ഒരു തവണ പോയി എന്ന കാറ്റഗറി അല്ല, പോകാറുണ്ടായിരുന്നു എന്ന കാറ്റഗറി ആണെങ്കിൽ അവിടെയാണ് നമ്മൾ ആ ഒരു സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ യൂസ്ഡ് ടു എന്ന് പറഞ്ഞ് ഓക്സിലറി ഉപയോഗിക്കണം. അത് ഓർക്കണം, യൂസ്ഡ് ടു എന്ന് പറഞ്ഞ് ഓക്സിലറി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവിടെ ഉപയോഗിക്കാൻ. എങ്കിലും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യുള്ളൂ, ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, വെറുതെ പോയി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാനത് ചെയ്തു, ഞാനത് കണ്ടു എന്ന കാറ്റഗറി ആണെങ്കിൽ നമ്മൾ സിമ്പിളി അത് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാൽ മതി. സബ്ജക്റ്റിന് ശേഷം വേർബിൻ്റെ സെക്കൻഡ് ഫോം ഉപയോഗിച്ചാൽ മതി. അവിടെ നമുക്ക് യൂസ് ടു ഉപയോഗിക്കേണ്ട. അപ്പോൾ അത് കാറ്റഗറി. ഈ യൂസ്ഡ് ടു എന്ന് പറയുന്ന സ്ട്രക്ചർ, അത് ആ ഡിഫറൻസ് നിങ്ങൾ ഓർക്കേണ്ടത്. കാരണം ഏത് മലയാളം എവിടെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് ഓർക്കണം. ഞാൻ ചെയ്തു, ഐ ഡിഡ് ഇറ്റ്,
ബട്ട് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, അത് ഐ ഡിഡ് എന്ന് പറഞ്ഞാൽ മതിയോ? അല്ല. അപ്പോൾ അതാ ഡിഫറൻസ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്തു, ഐ വർക്ക്ഡ് ആണ്. ബട്ട് ഞാൻ വർക്ക് ചെയ്യാറുണ്ടായിരുന്നു, അത് നമ്മൾ ഐ വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ ശരിയാകില്ല. അപ്പോൾ ആ ഒരു ഏരിയ കാറ്റഗറി, ആ ഒരു ട്രാൻസ്ലേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? യൂസ് ടു എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് യൂസ് ടു ഉപയോഗിക്കണം നിങ്ങൾക്ക് മനസ്സിലായി ആദ്യം, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം പാസ്റ്റിൽ ചെയ്യാറുണ്ടായിരുന്ന കാര്യങ്ങൾ അതാണ് ഓർക്കേണ്ടത്. അതായത് നിങ്ങൾ ഒരു തവണ ചെയ്ത കാര്യമാണ് നമുക്ക് ഈ സ്ട്രക്ചർ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് പാസ്റ്റിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന കാറ്റഗറിയാണ്. നിങ്ങളത് ചെയ്യാറുണ്ടായിരുന്നു, അല്ലെ പോകാറുണ്ടായിരുന്നു, വർക്ക് ചെയ്യാറുണ്ടായിരുന്നു, ഞാൻ വിളിക്കാറുണ്ടായിരുന്നു, പുകവലിക്കാറുണ്ടായിരുന്നു. അപ്പോൾ OET ബന്ധപ്പെട്ട് ഞാൻ എക്സാമ്പിൾ പറയാം. അതും ജനറലായിട്ട് പറയാം, അതിനുശേഷം OET ബന്ധപ്പെട്ട എക്സാമ്പിൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് സ്ട്രക്ചറിലോട്ട് പോകാം. സ്ട്രക്ചർ ഞാൻ പറഞ്ഞു, സബ്ജക്ട് പ്ലസ് യൂസ് ടു പ്ലസ് V1. അപ്പം അതിനകത്ത് നമുക്ക് നോക്കാം. ഇപ്പം ഈ ഒരു സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അകത്തൊരു വേർബിൻ്റെ ബേസ് ഫോം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് തീരും. യൂസ് ടു ശേഷം ബേസ് ഫോം ഇട്ടും നമുക്ക് എന്താണോ പറയേണ്ടത് അത് പറയാം. അപ്പോൾ ഇനി വുഡ് ഉണ്ട്, അത് ഞാൻ ഇതിന് ശേഷം ഇതോട് കമ്പയർ ചെയ്ത് യൂസ് ടു ക്ലിയർ ആക്കിയ ശേഷം വുഡിൻ്റെ ആ ഒരു ഡിഫറൻസ് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എങ്ങനെ പറയാം? ഇപ്പോൾ ഞാനിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഞാനവളെ വിളിക്കാറുണ്ടായിരുന്നു, ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു, ഞാനത് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും TV കാണും, ഞാൻ പണ്ട് നേരത്തെ കാർട്ടൂൺ കാണാറുണ്ടായിരുന്നു, അല്ലേ? അല്ലെങ്കിൽ ഞാൻ ചെസ്സ് കളിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഗെയിം പണ്ട് കളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. ഇതിനൊരു വേറൊരു മീനിങ്ങുണ്ട്. ഇതിന് ഇപ്പം ചെയ്യുന്നില്ല എന്നൊരു മീനിങ് ഉണ്ട്. അന്ന് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് മാത്രമാണ് എൻ്റെ മീനിങ്. ഇപ്പോൾ അത് തുടരുന്നില്ല, പ്രസൻറ്റുമായിട്ട് അതിന് ബന്ധമില്ല. യൂസ്ഡ് ടു എന്നുള്ള സ്ട്രക്ചർ. അപ്പം ഞാൻ അങ്ങനെ പറയും. ഞാനിപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പണ്ട് ചെസ്സ് കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ പറയും? ഐ യൂസ്ഡ് ടു പ്ലേ ചെസ്സാണ്. ഓർക്കണം, എന്താ? ഐ യൂസ്ഡ് ടു പ്ലേ ചെസ് എന്ന കാറ്റഗറിയാണ് അതായത് യൂസ് ടുവിന് ശേഷം വേർബിൻ്റെ ബേസ് ഫോം ഓർത്തോണം. അതാണ് ക്ലിയർ ആക്കുന്നത്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് പറയുമ്പോൾ എങ്ങനെ പോകും? നെഗറ്റീവ് വരുമ്പോഴത്തേന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂസ് ടു എന്ന കാറ്റഗറി പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഐ ഡിഡ് നോട്ട്, അതായത് ആ യൂസ്ഡ് ടുവിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എനിക്കൊന്ന് അങ്ങനെ പഠിക്കാം. കാരണം നമ്മളിപ്പോൾ അല്ലാതെ ചില കാറ്റഗറി നമ്മൾ സ്പ്ലിറ്റിംഗ് കാറ്റഗറി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാം, എൻ്റെ ഡിഡിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം, അതിനകത്ത് സ്പ്ലിറ്റിങ് അത് ഇതേപോലെ അത് നമ്മൾ ഇതുകൂടെ അങ്ങ് ഒരു ഷോർട്ട് ടിപ്പ് വൈസ് നമ്മൾ ഓർത്തിരിക്കുകയെങ്കിൽ എളുപ്പമാണ്. അതായത് ഈ യൂസ് ടുവിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. എന്താ? യൂസ് ടുവിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പം എങ്ങനെ വരും? ആ ഈ യൂസ് ടു ആണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം നിങ്ങൾ ഓർത്തോണം, ഡിഡ് പ്ലസ് യൂസ്ഡ് അല്ല, ഡിഡ് പ്ലസ് യൂസ് ടു ആണ്. എന്ത്? യൂസ് ടു എന്ന കാറ്റഗറി നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ആ ടിപ്പ് മനസ്സിലുണ്ടെങ്കിൽ തെറ്റില്ല. അപ്പോൾ ഡിഡ് പ്ലസ് യൂസ് ടു ഓർക്കണം. അങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. പലരും തെറ്റിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ ചെസ്സ് കളിക്കാറില്ലായിരുന്നു, പണ്ടെപ്പോഴും അത് ചെയ്യുക, അങ്ങനെ ഒരു കാര്യം ചെയ്യാറില്ലായിരുന്നു എന്ന കാറ്റഗറി നമുക്ക് ട്രാൻസ്ലേഷൻ ഉണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് ആലോചിച്ചാൽ മതി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ. അപ്പോൾ എങ്ങനെ ചോദിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ഡിഡ് നോട്ട് യൂസ് ടു. ഒരിക്കലും യൂസ്ഡ് എന്ന് എഴുതരുത്, അത് വീണ്ടും ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ തെറ്റും. ഐ ഡിഡ് നോട്ട് യൂസ് ടു പ്ലേ ചെസ്സാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാറ്റഗറി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഐ ഡിഡ് നോട്ട് യൂസ് ടു പ്ലേ ചെസ്. അപ്പോൾ നെഗറ്റീവ്. അപ്പോൾ ഞാൻ അവളെ വിളിക്കാറില്ലായിരുന്നു, എങ്ങനെ പറയും? ഐ ഡിഡ് നോട്ട് യൂസ് ടു കോൾ ഹെർ ആണ്. മനസ്സിലായി? അപ്പോൾ ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യാറില്ലായിരുന്നു, ഞാൻ പണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ലായിരുന്നു, എങ്ങനെ പറയും? ഐ ഡിഡ് നോട്ട് യൂസ് ടു പ്രാക്ടീസ് യോഗയാണ് കേട്ടോ. എപ്പോഴും യോഗ എപ്പോഴും ഒരു കൊളോക്കേഷൻ നമ്മൾ ഓർക്കുന്നത് പ്രാക്ടീസ് യോഗയാണ്. ശ്രദ്ധിക്കണം, അവിടെ PRSETICE അല്ല, PRSETISC ആണ് കേട്ടോ. അത് ഓർക്കണം. അത് സ്ഥിരമായിട്ട് തെറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം ഒന്ന് PRSETISC എന്ന് പറയുന്നത് വേർബാണ്, C എന്ന് പറയുന്നത് നൗണാണ്. അപ്പോൾ ഇതിന് ശേഷം വേർബ് നൗണിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ കമ്മിങ് വീഡിയോസിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, പ്രാക്ടീസ് PRSETISE എന്ന് മാത്രം ഓർത്താൽ മതി. ഓക്കെ. അപ്പോൾ പോസിറ്റീവായി, നെഗറ്റീവായി. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ ഡിഡ് എടുത്ത് ആദ്യം കൊണ്ടുവരിക. വളരെ സിമ്പിളായിട്ട് ഓർക്കുക. നമുക്കൊരു ഷോർട്ട് ടിപ്പ് വൈസ് പോകാം. ഡിഡ് എടുത്ത് ആദ്യം കൊണ്ടുവന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ഡിഡ് യു എഗെയിൻ ഓർത്തോണം, ഡിഡിന് ശേഷം ഇവിടെ യൂസ്ഡ് എന്ന് വരില്ല. അവിടെ നിങ്ങൾ ഓർത്തോണം. അങ്ങനെയാണെങ്കിൽ ഡിഡ് യു യൂസ് ടു ആണ് വരത്തുള്ളൂ. ക്വസ്റ്റ്യൻ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പം നിങ്ങൾ എങ്ങനെ സംസാരിക്കുക? അപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നീ ചെസ്സ് കളിക്കാറുണ്ടായിരുന്നോ എന്നങ്ങനെ ഒരാൾ ചോദിക്കും. ഡിഡ് യു യൂസ് ടു പ്ലേ ചെസ്സാണ്. അപ്പോൾ യൂസ് ടു ഡിഡ് യു, യൂസ്ഡ് അല്ല, യൂസ് ആണ്, ടു വരുന്നു, പിന്നെ പ്ലേ വരാവും. അവിടെ പ്ലേഡ് ആക്കരുത്. കാരണം പാസ്റ്റ് ആണെന്ന് കരുതി ചിലപ്പം നമുക്ക് പാസ്റ്റ് അല്ലേ, നീ കളിക്കാറുണ്ടായിരുന്നു, അത് പാസ്റ്റ് അല്ലേ ക്വസ്റ്റ്യൻ, അതുകൊണ്ട് നമുക്ക് പ്ലേഡ് ആക്കിയാലോ, അതും പറ്റില്ല. അപ്പോൾ സ്ട്രക്ചർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ സെൻറ്റൻസ് ക്ലിയർ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഓരോ സെൻറ്റൻസ് സ്ട്രക്ചറും നിങ്ങൾ ചെക്ക് ചെയ്യണം. കറക്റ്റ് ഇത് കറക്റ്റ് ഓർഡറിലാണോ, ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ കറക്റ്റ് ആണോ എന്ന്. ഓരോ സെൻറ്റൻസിനും അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ ഫോളോ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് മീനിങ്
നിങ്ങൾ എന്ത് മീനിങ് ആണോ റൈറ്റിങ്ങിൽ എഴുതുന്നത്, ഇപ്പോൾ നിങ്ങൾ OET ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കാൻ മതി, അതിൻ്റെ അകത്ത് ഓരോ സെൻറ്റൻസ് നമ്മൾ കറക്റ്റായിട്ടാണ് പോകുന്നത്. പോയിന്നില്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആകില്ല. കാരണം അവർ ഇത് കംപ്ലീറ്റ്ലി ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് തന്നെ. അപ്പോൾ നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെയും ഈ സ്ട്രക്ചർ, ഇപ്പം ഒരു എക്സാമ്പിൾ ഇപ്പോൾ ലെറ്റർ എഴുതുന്ന പേഷ്യൻ്റ് ബുക്ക് വലിക്കാറില്ലായിരുന്നു എന്നൊരു കാറ്റഗറി പറയുകയാണെങ്കിൽ പേഷ്യൻ്റ് ഡിഡ് നോട്ട് യൂസ് അല്ല യൂസ്ഡ് അല്ല യൂസ് ആണ്. ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ആകുവാണെങ്കിൽ ഡിഡ് യു യൂസ് ടു കിട്ടി. അപ്പോൾ നീ വർക്ക് ചെയ്യാറുണ്ടായിരുന്നു, അല്ല നീ അവളെ വിളിക്കാറുണ്ടായിരുന്നു, ഡിഡ് യു യൂസ് ടു കോൾ ഹർ, നീ അവിടെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പം കാറ്റഗറി അങ്ങനെ പണ്ട് ചെയ്യാറുണ്ടായിരുന്ന കാര്യങ്ങളല്ല, അന്ന് ചെയ്യാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്യാറില്ലായിരുന്നു, നീ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന കാറ്റഗറിക്കെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് യൂസ്ഡ് ടു എന്ന് പറയുന്ന സ്ട്രക്ചർ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? പോസിറ്റീവ്, ഐ യൂസ്ഡ് ടു. ഞാൻ നെഗറ്റീവ് ആണെങ്കിൽ ഐ ഡിഡ് നോട്ട് യൂസ് ടു. പിന്നെ ഈ പോസിറ്റീവ് ഇവിടെ വേറൊരു കാര്യമുണ്ട്, സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും എല്ലാം നിങ്ങൾ ഈ സ്ട്രക്ചർ ഉപയോഗിച്ചാൽ മതി. എന്തുപയോഗിക്കണം? സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും എല്ലാം യൂസ് ടു, മാറ്റമില്ല. കാരണം ഞാൻ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഹാസ് ടു, ഹാവ് ടു, അവിടെ സിംഗിൾ പ്ലൂറൽ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളോട് നമുക്ക് എവിടെ ഇല്ല, ഈ യൂസ് ടു എന്ന കാറ്റഗറിയിലില്ല. ഇപ്പോൾ നിങ്ങൾ അത് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഒഴിവാകും. അപ്പോൾ ഏത് വന്നാലും സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണ്, ഐ യു വി ദ ഹി ഷീ ഇറ്റ് പേഷ്യൻസ് അതല്ലാതെ പേഷ്യൻ്റ് അല്ലെങ്കിൽ ആരാണ് പേര്, നിങ്ങളുടെ പേരുകളായാൽ പോലും യൂസ് ടുവിന് സിംഗിൾ പ്ലൂറൽ ഡിഫറൻസ് ഇല്ല. എപ്പോഴും അത് ഒന്നായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം പോസിറ്റീവ് നമ്മൾ പറഞ്ഞു, നെഗറ്റീവ് പറഞ്ഞു, ക്വസ്റ്റ്യനും പറഞ്ഞു. ഇതുപോലെ നിങ്ങൾ എപ്പോഴാണ്, ഇപ്പം പലപ്പോഴും നമുക്കറിയാം, അപ്പോൾ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഭാഗത്തോട്ടൊക്കെയാണ് നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിനകത്ത് അറിയാം. അവിടെ നമ്മൾ കൂടുതലായിട്ട് വെൻ ഡിഡ് യു യൂസ് ടു, നീ എപ്പോഴാണ് അത് ചെയ്യാറുണ്ടായിരുന്നത്, നീ എപ്പോഴൊക്കെയാണ് ആളെ വിളിക്കാറുണ്ടായിരുന്നത്, നീ എപ്പോഴൊക്കെയാണ് അങ്ങനെ ചെയ്യാറുണ്ട് എന്ന കാറ്റഗറി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഈ വെന്ന് വിച്ച് വാട്ട്, അതായത് ഡിഡിൻ്റെ വീഡിയോ എൻ്റെ കണ്ടവർക്ക് അറിയാം, അവിടെ വെൻ എന്ന് ആഡ് കൊടുത്താൽ വെൻ ഡിഡ് യു യൂസ് ടു. ഓക്കെ, നീ എപ്പോഴൊക്കെയാണ് അവിടെ പോകാറുണ്ടായിരുന്നത്, അവിടെ വെൻ ആഡ് ചെയ്താൽ മതി. വെൻ ഡിഡ് യു യൂസ് ടു ഗോ ദെയർ. ഞാനവിടെ പോകാറുണ്ടായിരുന്നു. ഒരു ട്രാൻസ്ലേഷൻ ഒന്നുകൂടെ പറയാം, ഞാനവിടെ പോകാറുണ്ടായിരുന്നു, ഐ യൂസ് ടു ഗോ ദെയർ. ഞാൻ പോയി എന്നാണെങ്കിൽ ഈ യൂസ്റ്റിന് സ്ട്രക്ചർ പറ്റില്ല, ഐ വെൻ ദെയർന്നേ പറയാവോ. ഞാൻ പോകാറുണ്ടായിരുന്നു, അത് ഹാബിറ്റ്സിലാണ്, സ്ഥിരമായിട്ട് പാസ്റ്റിൽ ചെയ്യാറുണ്ടായിരുന്നു എന്നാണെങ്കിൽ ഐ യൂസ്ഡ് ടു ഗോ ദെയർ എന്ന് തന്നെ പറയണം. ഞാനവിടെ പോകാറില്ലായിരുന്നു, ഐ ഡിഡ് നോട്ട്, യൂസ്ഡ് അല്ല, ഐ ഡിഡ് നോട്ട് യൂസ് ടു ഗോ ദെയർ ആണ്. ഇനി ക്വസ്റ്റ്യൻ, നീ അവിടെ പോകാറുണ്ടായിരുന്നോ, എങ്ങനെ ചോദിക്കും? ഡിഡ് യു യൂസ് ടു ഗോ ദെയർ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ. അപ്പം ഷീ ആണെങ്കിൽ യൂസ് ടു, ഷീ ഡിഡ് നോട്ട് യൂസ് ടു. ഡിഡ് ഷീ യൂസ് ടു, ക്വസ്റ്റ്യൻ ആണെങ്കിൽ. സിംഗുലർ ആണെങ്കിൽ ഡിഡ് ഷീ യൂസ് ടു ഗോ ദെയർ ആണ്. അപ്പം ഞാൻ ഹോംവർക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അന്ന് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം. അപ്പം നിങ്ങൾ പണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, ഞാൻ പണ്ട് സൈക്കിൾ ചവിട്ടാറുണ്ടായിരുന്നു, ഇപ്പോൾ ചവിട്ടുന്നില്ല. കാരണം നമ്മുടെ ഹെക്ടിക് ഷെഡ്യൂൾ പ്രകാരം ചിലപ്പം ചിലർ ഇപ്പോൾ ചവിട്ടുന്നില്ല, ചിലർ ചവിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയാണ്. അപ്പം ചിലർ പണ്ട് ചവിട്ടുന്നുണ്ടായിരുന്നു, ഞാൻ പണ്ട് സൈക്കിൾ ചവിട്ടാറുണ്ട്. അപ്പം ഐ യൂസ് ടു റൈഡ് എന്നുള്ള കാറ്റഗറിയാണ്. അപ്പം ആ ഒരു എക്സാമ്പിൾ കാറ്റഗറി ചെയ്ത് പോയാൽ മതി. അങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പം നിങ്ങൾക്ക് യൂസ് ടു, പോസിറ്റീവ്, നെഗറ്റീവ്, ക്വസ്റ്റ്യൻ, ഇനി വെൻ ഡിഡ് യു എന്ന കാറ്റഗറിയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വെച്ചിട്ട് എളുപ്പത്തിൽ സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ടുവിൻ്റെ കാര്യം ക്ലിയർ ആയി. ഓക്കെ, OET ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പേഷ്യൻ്റ് കുടിക്കാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പേഷ്യൻ്റ് യൂസ് ടു ഡ്രിങ്ക് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ പേഷ്യൻ്റ് കുടിക്കാറില്ലായിരുന്നു, അങ്ങനെ കുടിക്കുന്ന ഒരാളല്ല, അങ്ങനെ കുടിക്കാറില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ പേഷ്യൻ്റ് യൂസ്ഡ് ടു അല്ല, പേഷ്യൻ്റ് ഡിഡ് നോട്ട് യൂസ് ടു ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ ഇനി പേഷ്യൻ്റ് അങ്ങനെ പുകവലിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്പീക്കിങ്ങിനിടയിൽ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഡിഡ് ദ പേഷ്യൻ്റ് യൂസ് ടു സ്മോക്ക് ആണ്. പേഷ്യൻ്റ് പുകവലിക്കാറുണ്ടായിരുന്നോ ഓർത്തോണം. അതാണ് സ്ഥിരമായിട്ട് തെറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഡിഡ് ദ പേഷ്യൻ്റ് യൂസ്ഡ് എന്ന് ചില സ്റ്റുഡൻസ് തെറ്റിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, അതിന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഈ ക്ലാസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതിന് തെറ്റില്ല. അപ്പോൾ അതുപോലെ പേഷ്യൻ്റ് കുടിക്കാറുണ്ടായിരുന്നു, വലിക്കാറുണ്ടായിരുന്നു, അങ്ങനെ സ്മോക്കാണ്. ദ പേഷ്യൻ്റ് യൂസ് ടു സ്മോക്ക്, ദ പേഷ്യൻ്റ് ഡിഡ് നോട്ട് യൂസ് ടു സ്മോക്ക്. ഡിഡ് ദ പേഷ്യൻ്റ് യൂസ് ടു സ്മോക്ക്. പേഷ്യൻ്റ് എക്സസൈസ് ചെയ്യാറുണ്ടായിരുന്നു, എങ്ങനെ പറയും? ദ പേഷ്യൻ്റ് യൂസ്ഡ് ടു ഡു എക്സസൈസ്. ദ പേഷ്യൻ്റ് ഡിഡ് നോട്ട് ഡു, അല്ലെങ്കിൽ ദ പേഷ്യൻ്റ് ഡിഡ് നോട്ട് യൂസ് ടു ഡു എക്സസൈസ് എന്ന് സെൻറ്റൻസ് ആക്കണം. അപ്പോൾ അതുപോലെ ടേക്ക് മെഡിസിൻ, അതുപോലെ എടുക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്ന കാറ്റഗറി ആണെങ്കിൽ. അപ്പോൾ ആ മെഡിസിൻ എടുക്കാറുണ്ടായിരുന്നു പറയുമ്പോഴെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? യൂസ് ടു പറയണം. എടുക്കാറില്ലായിരുന്നു എന്നാണെങ്കിൽ ദ പേഷ്യൻ്റ് ഡിഡ് നോട്ട് യൂസ് ടു ആണ്. അത് നിങ്ങൾ ഓർത്താൽ മതി. കാരണം ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് OET ആയിട്ട് ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്നത് വുഡാണ്. ഇനി ഇതുമായിട്ടുള്ള മിസ്റ്റേക്ക് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടെ വുഡ്, കാരണം വുഡ് ഇതിൻ്റെ സെയിം മീനിങ് നമുക്ക് വുഡ് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെയാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറയുമ്പം ഐ യൂസ് ടു, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഐ യൂസ് ടു ദ പേഷ്യൻ്റ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് എക്സാമ്പിൾ പറയാം. അപ്പം ദ പേഷ്യൻ്റ് യൂസ് ടു പ്രാക്ടീസ് യോഗ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ കാറ്റഗറി
നമുക്ക് ഉപയോഗിക്കാൻ എന്താ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു എന്ന കാറ്റഗറി പറയുന്ന സിറ്റുവേഷൻ വരുമ്പം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ, വുഡും ഇതേ കോണ്ടസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അത് എവിടൊക്കെയാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കുഞ്ഞായിരുന്ന ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാനങ്ങനെ പണ്ടും ചെയ്യാറുണ്ടായിരുന്നു. ഞാനത് ചെസ്സ് കളിക്കാറുണ്ടായിരുന്നു അല്ലേ എന്ന് പറയുക. അപ്പം അല്ലെങ്കിൽ ഞാൻ സൈക്കിൾ ചവിട്ടാറുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യാറ്. അപ്പം വെൻ ഐ വാസ് എ ചൈൽഡ് അവിടെ ഐ യൂസ്ഡ് ടു പറയാം, കൂടാതെ തന്നെ നമുക്ക് ഐ വുഡ് എന്ന് പറയാം. അപ്പോൾ പാസ്റ്റ് ടൈം ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്, കൂടാതെ വുഡോട് ഉപയോഗിച്ച് നമുക്ക് ഇതേ മീനിങ് പറയാൻ പറ്റും. അതാണ് ഇതിൻ്റെ അകത്ത് ആ ഒരു കമ്പാരിസൺ. യൂസ് ടു വുഡും തമ്മിൽ തെറ്റാനുള്ള സാധ്യത വരുന്ന അവിടെയാണ്. അത് നിങ്ങൾ ഓർത്താൽ മതി, നിങ്ങൾക്ക് ആ തെറ്റ് വരില്ല. അപ്പോൾ ഇവിടെ വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് ഡു സംതിങ് എന്ന് പറയാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്, അതിപ്പോൾ ചെയ്യുന്നില്ല. ഐ വുഡ് സിം അല്ലെങ്കിൽ ഐ വുഡ് ഡു സംതിങ് എന്ന കാറ്റഗറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇതുമായിട്ട് വലിയ വ്യത്യാസമില്ല, സെയിം കാറ്റഗറി തന്നെയാണ് വുഡ് പോകുന്നത്. പിന്നെ ഒരു വ്യത്യാസം വരുന്നത്, ഇതിപ്പം കാറ്റഗറിയിൽ ഈ സെയിം കേസിലെല്ലാം നമുക്ക് വുഡ് ഉപയോഗിക്കാം. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഇപ്പം ഞാൻ പറയുന്നത് അവളൊരു നേഴ്സായിരുന്നു, അവൾ നേരത്തെ നേഴ്സായിരുന്നു എന്ന കാറ്റഗറി പറയാം. അപ്പം ഷീ യൂസ്ഡ് ടു ബി എ നേഴ്സ് എന്ന് പറയുന്നൊരു സെൻറ്റൻസ്. ഷീ യൂസ് ടു ബി എ നേഴ്സ് എന്ന് പറഞ്ഞാൽ അവൾ നേഴ്സ് ആയിരുന്നു നേരത്തെ. ആ കാറ്റഗറിയിൽ നമുക്ക് ഷീ വുഡ് ബി എ നേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഷീ വുഡ് ബി എ നേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചർ എന്ന കാറ്റഗറി പോകും. അത് വുഡിൻ്റെ ഒരു 6 ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് ഞാൻ എൻ്റെ കമ്മിങ് സൂൺ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ വുഡിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിലും. അപ്പോൾ ഞാൻ ഈ യൂസ് ടു ആയിട്ട് വുഡും തമ്മിലുള്ള കമ്പാരിസണാണ് ഇപ്പോൾ ക്ലിയർ ചെയ്യുന്നത്, കാരണം ആ ഒരു ഡൗട്ട് ക്ലിയർ ആക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. യൂസ് ടു കേസ് ഞാൻ ആദ്യം പറഞ്ഞ പേഷ്യൻ്റ് യൂസ് ടു കേസിൽ നമുക്ക് വുഡ് ഉപയോഗിക്കാം. അവിടെ ടൈം ഇൻഡിക്കേഷൻ ഉപയോഗിച്ചും നമുക്ക് വുഡ് പറയാം, അത് സെയിം മീനിങ് തന്നെ വരുന്നത്. ബട്ട് ഷീ യൂസ് ടു ബി എ നേഴ്സ് എന്ന കാറ്റഗറി, ഷീ യൂസ് ടു ബി ആൻ എഞ്ചിനീയർ എന്നൊക്കെ കാറ്റഗറി പറയുമ്പം ഷീ വുഡ് ബി ആൻ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഷീ വുഡ് ബി ആൻ എന്ന കാറ്റഗറി വെച്ചിട്ട് സെൻറ്റൻസ് മേക്കിയാൽ ഈ രണ്ട് മീനിങ്ങും വ്യത്യാസമാണ് എന്ന് ഓർക്കുക. അപ്പം ഷീ യൂസ് ടു ബി എന്ന് പറഞ്ഞാൽ പണ്ടായിരുന്നു എന്ന കാറ്റഗറിയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആകുമെന്നാണ് വിചാരിക്കുന്നത്. അതാണ് ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പാസീവ് വോയിസിൽ, അതായത് പ്രസൻറ്റഡ്, അത് പാസീവ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഹി വാസ് പ്രസൻറ്റഡ് എന്ന് ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഹി പ്രസൻറ്റഡ് നമ്മൾ ആക്റ്റീവിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതിന് ആ വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് വന്നായിരുന്നു, അതിൻ്റെ ഡിസ്കഷനൊക്കെ കമൻറ്റ് വന്നു. ഐ എം സോ ഹാപ്പി. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുന്നുണ്ട്, സന്തോഷം. അപ്പോൾ കമൻറ്റിനകത്ത് ആ കുട്ടി ചോദിച്ചിരിക്കുന്നത് ഇങ്ങനായിരുന്നു, ഹി വാസ് പ്രസൻറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻ അൺകോൺഷ്യസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൂടെ എന്നൊരു കമൻറ്റ് ഞാൻ താഴെ കണ്ടു. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അനലൈസ് ചെയ്യുമ്പം അത് ഹി പ്രസൻറ്റഡ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം എനിക്ക് തോന്നുന്നു ആ കുട്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് അൺകോൺഷ്യസ് ആകുമ്പം ആൾക്ക് എങ്ങനെയാണ് തന്നെ നടന്നു വന്നോ എന്ന കാറ്റഗറി എങ്ങനെയൊക്കെ ആയിരിക്കും, അതായിരിക്കും എന്തൊക്കെയോ അത് കുട്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് പ്രകാരമായിരിക്കും അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. ബട്ട് ഒരു കാര്യം, നമുക്കൊരാൾ, ഞാനിപ്പോൾ എന്നെ പ്രസൻറ്റ് ചെയ്തു, ഞാൻ അൺകോൺഷ്യസ് ആണെങ്കിലും ഞാൻ ജീവനോടാണ് എന്ന കാറ്റഗറി ആണെങ്കിലും ഞാൻ പ്രസൻറ്റഡ് ആണ്. എന്നെ ഒരാൾക്കും വേറൊരാൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഞാനിപ്പോൾ അൺകോൺഷ്യസ് ആണെങ്കിലും അല്ലെങ്കിലും എന്നെ പ്രസൻറ്റ് ചെയ്യുന്നത്, കാരണം പ്രസൻറ്റഡ് എന്ന് പറയുമ്പോഴത്തേനും അത് ഒരാളാൽ നടക്കപ്പെടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ആക്റ്റീവ് എന്ന കാറ്റഗറി. കാരണം ഇത് ആ ഡൗട്ട് ഇട്ട് ആൾക്ക് ഇപ്പോഴും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് നമുക്ക് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിൽ അത് ഉപയോഗിക്കുന്നില്ല, പ്രസൻറ്റ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഇട്ട് പറയുകയാണെങ്കിൽ എന്താ പറയണ്ടേ, ഷി വാസ് ബോൺ എന്ന് പറയാം. ഷി വാസ് ബോൺ, അത് ഷീ ബോൺ എന്ന് പറയാൻ പറ്റില്ല, ഷി വാസ് ബോൺ എന്ന് അത് പാസീവ് വോയിസിലേ പറയാൻ പറ്റൂ. കാരണം എന്താ? കാരണം അത് എനിക്ക് സ്വന്തമായിട്ട് ജനിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ അന്ന് ജനിക്കപ്പെടുക ഞാൻ. സോ ഷി വാസ് ബോൺ എന്ന് പറയുന്നത് മറ്റൊരാളാൽ നടന്നപ്പെടുന്ന കാര്യമാണ്, അല്ലാതെ നമുക്ക് നടക്കില്ല, സ്വന്തമായിട്ട് നമുക്ക് എന്നെ കൊണ്ട് നടക്കില്ല എന്ന കാറ്റഗറി. പക്ഷേ പ്രസൻറ്റഡ് എന്ന് പറയുമ്പോൾ എനിക്ക് വേറൊരാളുടെ സഹായമില്ല, എന്നെ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ തന്നെ പ്രസൻറ്റ് ആകുന്നത്. അല്ലെങ്കിൽ ഞാൻ അൺകോൺഷ്യസ് ആണെങ്കിൽ പോലും ഞാൻ തന്നെ അവിടെ പ്രസൻറ്റ് ആകുന്നത്. അത് മറ്റൊരാളുടെ ഒരു കാര്യത്തോട്ടോ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊണ്ടോ അല്ല എന്ന കാര്യം, മറ്റൊരാളായിട്ട് ബന്ധിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില വേർബ്സ് പാസീവ് വോയിസിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല, അത് കാരണം അതിന് പാസീവ് സ്ട്രക്ചറിൽ പറയാൻ പറ്റില്ല. കാരണം അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹീൽഡ് and ഇംപ്രൂവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നത്. വേറെ ഡൗട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെടുന്നതിനുണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ആ സെൻറ്റൻസ് മാറ്റി എഴുതാം, ഹി വാസ് അൺകോൺഷ്യസ് വെൻ ഹി അറൈവ്ഡ് അറ്റ് ഹോസ്പിറ്റൽ എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സെൻറ്റൻസ് നമുക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അടുത്തൊരു ഡൗട്ട്, ഹോസ്പിറ്റലിന് മുമ്പ് ദാ ഉപയോഗിക്കണോ വേണ്ടയോ? അപ്പം സെൻറ്റൻസ് ഇങ്ങനെ ആയിരുന്നു, ദ പേഷ്യൻ്റ് വാസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ ആണോ അതോ ടു ഹോസ്പിറ്റൽ ആണോ എന്നൊരു കൂട്ടി ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹോസ്പിറ്റലിന് മുമ്പ് നമുക്ക്
ദാ ഉപയോഗിക്കേണ്ടത്. അതായത് പേഷ്യൻ്റ് വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മതി. അത് സെൻറ്റൻസ് കറക്റ്റാണ്, അതിനകത്ത് പ്രശ്നങ്ങളില്ല. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കമ്പൽസറി THE ദാ ഉപയോഗിക്കണം. THEക്ക് 2 പ്രൊനൗൺസിയേഷൻ ഉണ്ട്, ദായും ഉണ്ട്, ദിയും ഉണ്ട്. അതെൻ്റെ ക്ലാസ് ഞാൻ ഓൾറെഡി ഹൗ ടു പ്രൊനൗൺസ് ദാ ദി എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോ പോയിട്ടുണ്ട്. അത് വീഡിയോ കാണാത്തവരെ വീഡിയോ കാണുക. അപ്പം ഞാൻ എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയും. ഇപ്പോൾ ആൽഫ്രഡ് ഹോസ്പിറ്റൽ എന്ന് പറയുക. അപ്പം ആൽഫ്രഡ് ഹോസ്പിറ്റലാണ് പേഷ്യൻ്റ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു സെൻറ്റൻസ് നിങ്ങൾ ലെറ്ററിൽ എഴുതുന്നത്, അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ബേസ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ, ചിലപ്പോൾ സ്പീക്കിംഗ് വരാം, ഈ ഹോസ്പിറ്റലിൻ്റെ പേര് പറയേണ്ട കാറ്റഗറിക്ക് നമുക്ക് വരികയാണെങ്കിൽ, ആ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ദ പേഷ്യൻ്റ് വാസ് അഡ്മിറ്റഡ് ടു ദ ആൽഫ്രഡ് ഹോസ്പിറ്റലാണ്. ആൽഫ്രഡ് എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അതിന് ഏത് ഹോസ്പിറ്റലാണെങ്കിലും ഹോസ്പിറ്റലിൻ്റെ പേര് മെൻഷൻ ചെയ്താൽ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? THE അതായത് ഉപയോഗിക്കണം. ഇനി അല്ലാതെ പേര് പറയുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ട? സിംപ്ലി ദ പേഷ്യൻ്റ് വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ എന്ന് എഴുതിയാൽ മതി. അങ്ങനെയാണ് നിങ്ങൾ ഡൗട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തൊരു ചോദ്യം ഇതായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് താഴെ എഴുതണം, അതായത് യുവേഴ്സ് സിൻസിയർലി അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന കാറ്റഗറി ആണെങ്കിൽ. അപ്പോൾ അതിനകത്തൊരു ഡൗട്ട് ചോദിച്ചാൽ, നിങ്ങളുടെ റോള് ഹെഡ് നേഴ്സ് ആണെങ്കിൽ, ഹെഡ് നേഴ്സ് എന്നാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാർ ഞങ്ങൾ രജിസ്റ്റേർഡ് നേഴ്സ് എഴുതണമെന്ന് അല്ലല്ല. അത് നിങ്ങൾ ഓർക്കേണ്ടത്, ഏത് റോളാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, അല്ല ലെറ്ററിൻ്റെ അകത്ത് റോൾ ഏത് തന്നിരിക്കുന്നത് വെച്ചാൽ ആ റോളാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിപ്പം ഹെഡ് നേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ഹെഡ് നേഴ്സ് തന്നെ എഴുതണം, അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് എഴുതരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതെനിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത നമ്മുടെ ഡൗട്ട്, ദ നേഴ്സ് ഹാസ് ആസ്ക്ഡും അതുപോലെ ദ നേഴ്സ് ഹാസ് ബീൻ ആസ്ക്ഡും. അപ്പോൾ ഒരു ഡൗട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് ഡിഫറൻസ് എന്താണ്? കാരണം അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ദ നേഴ്സ് ഹാസ് ആസ്ക്ഡ് എന്ന് വെച്ചാൽ നേഴ്സ് ചോദിച്ചിട്ടുണ്ടെന്നും, അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ട്. ദ നേഴ്സ് ഹാസ് ബീൻ ആസ്ക്ഡ് എന്ന് വെച്ചാൽ നേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒരു വേർഡിലാണ് അർത്ഥം നേരെ ഇൻ്റർചേഞ്ച് ചെയ്യുക, നേരെ ഓപ്പോസിറ്റ് മീനിങ്ങിലോട്ട് വരിക. കാരണം അതാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. കാരണം പാസീവ് വോയിസിൻ്റെ ക്ലാസ് ഞാൻ ഈ ഡൗട്ട് സെക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാരണം ഞാനിങ്ങനെ കമ്മിങ് സൂൺ എന്ന കാറ്റഗറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുവരെ വീഡിയോ ചെയ്യുന്നുണ്ട് എങ്കിലും ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഇതൊരു സീരിയസ് മിസ്റ്റേക്കാണ്. ഒരു ബീൻ മിസ്സായി കഴിഞ്ഞാൽ ഉള്ള ഡിഫറൻസ് മീനിങ്ങിൻ്റെതാണ് ഞാനിപ്പോൾ ഇനി പറയാൻ പോകുന്നത്. കാരണം അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമ്പിൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഇത്ര ഓർത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഐ ഹാവ് ടോട്ട് ഗ്രാമർ എന്ന് വെച്ചാൽ മീനിങ് എന്താ? ഞാൻ ഗ്രാമർ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ്, അല്ലേ? ഐ ഹാവ് ടോട്ട് ഗ്രാമർ എന്ന് വെച്ചാൽ ഞാൻ ഗ്രാമർ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് മീനിങ് വരുന്നത്. അപ്പം ഞാൻ നേരെ അതിനകത്തൊരു ബീൻ അങ്ങോട്ട് ആഡ് ചെയ്യാൻ പോവാം. നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ ആ സെൻറ്റൻസിനോട് ഒരു ബീൻ ആഡ് ചെയ്യാൻ പോവാണ്. ഒരു സെൻറ്റൻസ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പോവാം. എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഐ ഹാവ് ബീൻ ടോട്ട് ഗ്രാമർ എന്ന് ഞാൻ അങ്ങോട്ട് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ബീൻ ആഡ് ചെയ്തു. മുമ്പ് ഞാൻ ബീൻ ആഡ് ചെയ്തിട്ടില്ല. ആദ്യത്തെ സെൻറ്റൻസ് നിങ്ങൾ കണ്ടു കാണും, എൻ്റെ അത് ബീൻ ആഡ് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ സെൻറ്റൻസ് ഞാൻ ബീൻ ആഡ് ചെയ്തു. അപ്പോൾ മീനിങ്ങിൽ എങ്ങനെ ഡിഫറൻസ് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ഹാവ് ടോട്ട് ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്രാമർ പഠിപ്പിച്ചിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ടോട്ട് ഗ്രാമർ എന്ന് പറഞ്ഞാൽ എന്നെ ഗ്രാമർ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന മീനിങ്ങിലോട്ട് മാറും. അത് മറ്റാരോ, അത് പാസീവായി. അപ്പം ഞാൻ പാസീവായി. അപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന വേറൊരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ്സും പാസീവ്സും ഈ OETക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന മീനിങ് അല്ല. കാരണം ദ നേഴ്സ് ഹാസ് ബീൻ ആസ്ഡ് എന്ന്, ഈ നേഴ്സ് ഹാസ് ആസ്ഡിൻ്റെ സ്ഥാനത്ത് നേഴ്സ് ഹാസ് ബീൻ ആസ്ഡ് എന്ന് വെച്ചാൽ നേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടെന്ന കാറ്റഗറിയിലോട്ട് മീനിങ് മാറി. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ബീൻ ആഡ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണില്ല. ബട്ട് മീനിങ് ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി, വായിക്കുന്ന ആൾക്ക് കറക്റ്റായിട്ട് മീനിങ് എക്സിക്യൂട്ട് ആയില്ല. അപ്പം ഒരു ബീൻ്റെ ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ പാസീവ് വോയിസ്, അതായത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്നുള്ള സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളത് എനിക്ക് ഒന്ന് വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ അതിൻ്റെ പാസീവ് സ്ട്രക്ചറാണ് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3. അങ്ങനെ ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറാണ് അത് ബീൻ ആഡ് ചെയ്ത് V3. നോർമൽ V3 എന്ന് പറയുന്നിട്ട് ഹാസ് ഹാവിൻ V3 വരുന്നത് ആക്റ്റീവ് വോയിസും, അതിനിടയ്ക്ക് ബീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസീവ് സ്ട്രക്ചർ ആവും. അപ്പോൾ ഇനി നിങ്ങൾ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എവിടെയാണ് ഈ ബീൻ ആഡ് ചെയ്യുന്നത്? ബീനിന് ശേഷം, കാരണം കുറേ പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. ബീന് ശേഷം ടു വരുന്ന സ്ട്രക്ചറൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊന്നും അല്ല, ഹാസിന് ശേഷം ബീന് ശേഷം V3 വരുന്ന സ്ട്രക്ചറാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഓർക്കേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒന്നുകൂടെ ഞാൻ പറയാം. ബീൻ ശ്രദ്ധിക്കണം, കാരണം അത് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ സോഷ്യൽ വർക്കർ ഹാസ് ബീൻ അറേഞ്ച്ഡ് ടു പ്രൊവൈഡ് എ ഫോളോ അപ്പ് കെയർ എന്നൊരു സെൻറ്റൻസ്. അപ്പോൾ അവിടെ സോഷ്യൽ വർക്കർ ഹാസ് ബീൻ അറേഞ്ച്ഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഹാസിന് ശേഷം ബീൻ അറേഞ്ച്ഡാണ് വന്നിരിക്കുന്നത്. ആ ബീൻ മാറ്റിയിട്ട് ഹാസ് അറേഞ്ച്ഡ് ആയിരുന്നെങ്കിൽ അവിടെ എ സോഷ്യൽ വർക്കർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാവും. സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞ ആൾ ആക്റ്റീവായിട്ട് പുള്ളി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നായി.
ഞാൻ അറേഞ്ച് ചെയ്തു, ഐ ഹാവ് അറേഞ്ച്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ അറേഞ്ച് ചെയ്തെന്നാണ്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന മീൻ സോഷ്യൽ വർക്കറിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നല്ലെങ്കിൽ പുള്ളിക്കാരനെ മറ്റാരോ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ റെസ്പോൺസീവ് പറഞ്ഞാൽ അതൊരു പാസീവായിട്ട് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ സോഷ്യൽ വർക്കർ ഹാസ് ബീൻ അറേഞ്ച്ഡ് എന്ന് സെൻറ്റൻസ് എഴുതിയാലേ സെൻറ്റൻസ് കറക്റ്റ് ആവുള്ളൂ. അപ്പം പാസീവും ആക്റ്റീവിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങളവിടെ മനസ്സിലാക്കണം. അപ്പം ഒരു കുറേ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാവ് കണ്ടക്റ്റഡ് എ പ്രോഗ്രാം. ഞാനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെയും ശ്രദ്ധിക്കണം, അവിടെ പ്രോഗ്രാം, കാരണം നമുക്ക് ആ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അറിയാം. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന സാധനം, എ പ്രോഗ്രാം ഹാസ് ബീൻ കണ്ടക്റ്റഡ് ബൈ ആരാണോ, ഇപ്പോൾ ആരാണ് ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേര് കൊടുത്താൽ മതി. അപ്പം അതേപോലെ കാറ്റഗറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു കാറ്റഗറി ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നോർമലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പേഷ്യൻ്റ് ഹാസ് ബീൻ ഉണ്ടോ ശ്രദ്ധിക്കണം. ഈ ബീന് ശേഷം ടു വന്ന വേറെ സ്ട്രക്ചറിലോട്ട് പോകും, അത് പോയിട്ടുണ്ടെന്നുള്ള മീനിങ്ങാണ്, അത് വേറെ സ്ട്രക്ചറിലോട്ട് പോകും. അപ്പോൾ ശ്രദ്ധിക്കണം, ഹാസിന് ശേഷം V3, ഹാസിന് ശേഷം ബീൻ ഇടയ്ക്ക് വന്നിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു ക്ലാരിറ്റി എൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക്, പേഷ്യൻ്റ് ഹാസ് ടേക്കൺ മെഡിസിൻ, ബീൻ ഉണ്ടോ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ബീൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാസീവാണ്, നിങ്ങളത് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റില്ല. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ബീൻ ഉണ്ടോ നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കുക. ഈ V3ക്കും ഹാസും ഹാമിനും V3ക്കും ഇടയ്ക്ക് എന്തുണ്ടോ ചെക്ക് ചെയ്യുക, ബീൻ ഉണ്ടോ ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു OET എക്സാം എടുക്കുകയാണെങ്കിൽ, എല്ലാ OET എക്സാം ആണെങ്കിൽ പോലും ഒന്നുകൂടെ ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്യുവാണ്, ഡോക്ടർ ഹാസ് റിക്വസ്റ്റഡ് എ ബ്ലഡ് ടെസ്റ്റ് എന്നൊരു സെൻറ്റൻസ് പറയാം. അപ്പോൾ ഓർക്കണം, ബ്ലഡ് ടെസ്റ്റ് ആണ്, അത് കൗണ്ടബിൾ കാറ്റഗറിയാണ്. അപ്പോൾ അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് വരും കേട്ടോ. അത് വേറൊരു മിസ്റ്റേക്കാണ്, ചിലർ ബ്ലഡ് ടെസ്റ്റിന് മുമ്പ് ഇടാറില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ബ്ലഡ് ടെസ്റ്റ് നമ്മൾ കൗണ്ടബിൾ കാറ്റഗറിയാണ്. അവിടെ നമ്മൾ കമ്പൽസറി ആർട്ടിക്കിൾസ് ഉപയോഗിക്കണം. ഓക്കെ, അതിൻ്റെ വീഡിയോ ചെയ്യും കമ്മിങ് സൂൺ. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിച്ചോ, ഡോക്ടർ ഹാസ് റിക്വസ്റ്റഡ് എ ബ്ലഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ ഹാസ് ബീൻ റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഡോക്ടറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാവും, നേരെ തിരിയും. അപ്പോൾ അതാണ് ആ മീനിങ്ങിൻ്റെ ഡിഫറൻസ്. ദ ഡോക്ടർ ഹാസ് ബീൻ റിക്വസ്റ്റഡ് എന്നാകരുത്. അവിടെ ഡോക്ടർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ ഹാസ് റിക്വസ്റ്റഡ് തന്നെ പറയണം. ഹാസ് മെൻഷൻഡ്, അത് അവർ തന്നെ ആക്റ്റീവാണ്. ഹാസ് റിക്വസ്റ്റഡ്, ഹാസ് അഡ്വൈസ്ഡ്, ഹാസ് ഗിവൺ, ആ എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം അവിടെ ബീൻ ആഡ് ചെയ്യരുത്. അല്ലെങ്കിൽ ഡോക്ടറിനോട് എന്ന കാറ്റഗറിയാണ് നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, ഹാസ് ബീൻ ഉപയോഗിക്കാം. ഡോക്ടറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡോക്ടർ ഹാസ് ബീൻ റിക്വസ്റ്റഡ് ടു ഡു സംതിങ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ വേണം പോകാം. അവിടെ ഡോക്ടറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന ആക്ഷൻ നേരെ തിരിയും. അപ്പോൾ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നു, പാസീവ് നേരെ തിരിയുക, ആളിലേക്ക് വരിക. അത് നിങ്ങൾ ഓർത്താൽ മതി. അത് ഇവരുടെ എക്സാമ്പിൾ ഞാൻ പറയാം ഇച്ചിരി ക്ലിയർ ആക്കാൻ. ഇപ്പം ഞാൻ പറഞ്ഞു ഐ ടോൾഡ് അല്ലേ, ഐ ടോൾഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നാ, ഐ വാസ് ടോൾഡ് എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു എന്നാ, അത് നേരെ തിരിയുക. ഒരു ചെറിയ വേർഡ് ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. ഐ ടോട്ട്, ഞാൻ പഠിപ്പിച്ചു എന്നാ. ഒന്നുകൂടെ ഞാൻ എക്സാമ്പിൾ ഇട്ട് നിങ്ങൾ ക്ലിയർ ആക്കുക. സെയിം എക്സാമ്പിൾ കുറേയൊക്കെ ഡിഫറൻസ് ആയി പറയുന്നുണ്ടെങ്കിൽ സെയിം ആർട്ട്. ഐ ടോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചു എന്നാ, അപ്പം ഞാനാണ് ചെയ്തത്. അതിനിടയ്ക്കൂടെ ഞാൻ ഹാവ് ബീൻ എന്ന് കയറ്റുക. ഐ ഹാവ് ബീൻ ടോട്ട് എന്ന് പറഞ്ഞാലോ, ഐ ഹാവ് ബീൻ ടോട്ട് എന്ന് വെച്ചാൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. ഒന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. നേരെ ആക്ഷൻ തിരിയുക, ഒന്ന് ആക്റ്റീവ് അങ്ങോട്ട് നേരെ തിരിയുവാണ്, പാസീവിലോട്ട് മാറും. അപ്പോൾ ഞാനങ്ങ് പാസീവായി മാറും. അപ്പോൾ നിങ്ങൾക്കൊരു കുറച്ചുകൂടി ഒരു ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഹാസ് ബീൻ ING, ഹവ് ബീൻ ING, ഹാഡ് ബീൻ ING. ഇത് മൂന്നും തമ്മിലുള്ള ഇത് എവിടെ ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ യൂസ്. കാരണം ഹാസും ഹാവ് പ്ലസ് V3യുടെ കാറ്റഗറിക്ക് നമ്മൾ കുറേ പറഞ്ഞു. ഇനിയിപ്പോൾ ഹാസ് ബീനായിട്ട് INGയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ടുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും ആ ഒരു എക്സ്പ്ലനേഷനാണ് പറയാൻ പോകുന്നത്. അതായത് എവിടെ ഇത് ഉപയോഗിക്കണം. ശരിക്കും ഇത് ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇത് ഹാസ് ബീൻ ഇട്ട് ING, ഹാവ് ബീൻ ഇട്ട് ING, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING. ഇനി ഹാഡ് ബീൻ ഇട്ട് ING അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതും ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതിനിടയ്ക്ക് മുമ്പ് ഒരു ചെറിയ ഡിഫറൻസ് കൂടെ മെൻഷൻ ചെയ്ത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. കാരണം പ്രസൻറ്റ് കണ്ടിന്യൂസും ഉണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഉണ്ട്. ഈ രണ്ട് ടെൻസ് ഞാൻ അങ്ങനെ പെട്ടെന്ന് പറയാൻ നിങ്ങൾക്ക് വിട്ടില്ല, സെൻറ്റൻസ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇച്ചിരി മനസ്സിലാവും, കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പം ഞാൻ പറയുകയാണ്, എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം വാക്കിംഗ് ആണ്. അപ്പം ഇതെങ്ങനെ ടൈം വെച്ച് പറയണമെങ്കിൽ, ഞാൻ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുകയാണെന്നാണെങ്കിൽ ഇന്ന കാറ്റഗറിയാണ് നമ്മൾ എങ്ങനെ പറയും. അപ്പോൾ ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഇതിപ്പം പ്രസൻറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം ഐ ആം വാക്കിംഗ്. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ ആണ്. അത് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു. ഹാസ് ബീൻ്റെ അകത്ത് ഹാവ് ബീൻ്റെ അകത്ത് ഉള്ള ഡിഫറൻസ് പറഞ്ഞ് ഈ INGയുമായിട്ട് ബന്ധപ്പെട്ട് ഹാസ് ബീൻ ഹാവിലോട്ട് നമ്മൾ എപ്പോൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ടൈം വെച്ച് പറയാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. കാരണം പ്രസൻറ്റ് പെർഫെക്റ്റുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. പക്ഷേ ഇതിന് സ്ട്രക്ചറിൻ്റെ അകത്ത് INGയും കൂടെ ആഡ് ചെയ്തെന്ന് മാത്രമാണ്. കാരണം രണ്ടും ഏകദേശം ഒരു കാറ്റഗറി സെയിം വരുന്നു. കാരണം ഡ്യൂറേഷൻ വെച്ചാണ് പറയുന്നത്.
ബട്ട് അത് പോയിന്റ് ഓഫ് ടൈമും സിൻസും ഇതിൻ്റെ അത് വരുന്നുണ്ട്, അതേ കാറ്റഗറി പോലെ തന്നെ. ഇപ്പോൾ ഇവിടെ കുറേ എക്സാമ്പിൾസ് ഞാൻ പറയുകയാണെങ്കിൽ എന്ത് പറയാം, ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ 10 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ് എന്ന കാറ്റഗറി എനിക്ക് പറയണം. അപ്പോൾ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് അന്വേഷിച്ച് എങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ബീൻ വർക്കിംഗ് ആണ്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടെ നോക്കണം, സിംഗിളറാണെങ്കിൽ ഹാസ് ബീൻ ആണ്, പ്ലൂറലാണെങ്കിൽ ഹാവ് ബീൻ ടൈം ചെയ്യാം. അപ്പം സിംഗിളും പ്ലൂറിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണണം. അപ്പോൾ അതിനകത്ത് ഞാൻ സിംഗിൾ പ്ലൂറൽ സബ്ജക്റ്റ് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഐ ഹാവ് ബീൻ, ദേ ഹാവ് ബീൻ, ഷീ ഹാസ് ബീൻ എന്ന കാറ്റഗറിയാണ്. അപ്പോൾ ഇവിടെ ING കൂടെ വരണം, ഹാസ് ബീൻ എന്ന് മാത്രമല്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകല്ലേ. മുമ്പേ പറഞ്ഞപ്പോൾ ഹാസ് ബീൻ പ്ലസ് V3 വന്നു, അത് പാസീവ് സ്ട്രക്ചറാണ്. ഇത് ഹാസ് ബീൻ പ്ലസ് നമ്മൾ ING പറയുന്നത്. അപ്പം ഇത് ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, നിങ്ങൾക്ക് ഏറെക്കുറെ നിങ്ങൾക്ക് തെറ്റാതെ പോകാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ വർക്ക് ചെയ്യുകയാണ് 10 വർഷമായിട്ട്. ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ ഐ ഹാവ് ബീൻ വർക്കിംഗ് എന്ന് പറയാണ്, 10 years ആണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ക്ലിയർ ആക്കാം. ഈ ഇയേഴ്സ് പറയുമ്പം നിങ്ങൾക്ക് പോയിന്റ് ഓഫ് ടൈം, അതായത് ഈ പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് ഇപ്പോൾ 10 years, 4 years, 5 years, 6 years ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഒരു കൂടി നിങ്ങൾക്ക് അത് വീണ്ടും വീണ്ടും കാണുന്നവർക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പം പോയിന്റ് ഓഫ് ടൈം, അതായത് സിൻസ് ആണെങ്കിൽ നമ്മൾ പോയിന്റ് ഓഫ് ടൈം ആണ് ഉപയോഗിക്കാം. അതായത് സിൻസ് എന്ന് പറയുമ്പോൾ സിൻസ് എസ്റ്റർഡേ എന്ന് ഉപയോഗിക്കുക, ഇന്നലെ മുതൽ, 97 മുതൽ, സിൻസ് 1997. അതായത് പോയിന്റ് ഓഫ് ടൈം ആയി, അതായത് പീരീഡ് ഓഫ് ടൈം ആയി. ഇനിയിപ്പം പോയിന്റ് ഓഫ് ടൈം ഏത് വേണം, ഞാനുള്ളത് കണ്ട നാൾ മുതൽ, അതായത് സിൻസ് ഐ സോ ഹർ എന്ന് പറയാം. സിൻസ് ഐ വർക്ക്ഡ് എന്ന കാറ്റഗറി വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്ത നാളെ മുതൽ എന്ന കാറ്റഗറി വെച്ചിട്ട് നമുക്ക് സിൻസ് വെച്ച് കാറ്റഗറി, അത് പോയിന്റ് ഓഫ് ടൈം ആണ് ഉപയോഗിക്കേണ്ടത്. നമുക്കത് ഓർത്തോണം. അല്ല 2 മണി മുതൽ എന്ന കാറ്റഗറി നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ സിൻസ് 2 PM അല്ലേ, ഞാനിപ്പോൾ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്, ഒരാളെ കാത്തു നിൽക്കുക. അപ്പോൾ 2 മണി തൊട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക എന്ന കാറ്റഗറി നമ്മൾ സിൻസ് 2 PM വേണം പറയാൻ. ബാക്കിയുള്ള ടെൻസിലോട്ട് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ അത് ഈ സിൻസും ഫോറും സ്റ്റുഡൻസിന് തെറ്റുന്നുണ്ട്. കാരണം അതെനിക്ക് ഡൗട്ട് പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സിൻസ് പോയിന്റ് ഓഫ് ടൈമിനാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ നമ്മൾ എന്തിനു ഉപയോഗിക്കണം, പീരീഡ് ഓഫ് ടൈമിന് ഉപയോഗിക്കണം. അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് തെറ്റില്ല. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ഇപ്പം ഫോർ 2 months, ഫോർ 3 weeks, ഫോർ 5 weeks, സിൻസ് എസ്റ്റർഡേ, സിൻസ് 1997, സിൻസ് ടൈം വരും സിൻസ് 2 PM, സിൻസ് 3 PM ആ കാറ്റഗറി. അപ്പോൾ നിങ്ങൾക്ക് സിൻസ് 4 നിങ്ങൾക്ക് ഇനി തെറ്റില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ മുതൽ എന്നുള്ള കാറ്റഗറിക്കാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സിൻസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അത് ഒരുകൂടെ ക്ലിയർ ആയി കാണും. ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയി. ഓക്കെ. അപ്പോൾ ഇനി ഞാനിപ്പോൾ സെൻറ്റൻസ് പറയാൻ പോകുന്നത് നിങ്ങൾ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇത്ര അങ്ങനെയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നിങ്ങൾ സെൻറ്റൻസ് മേക്ക് ചെയ്യും? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ തന്നെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് പറയാൻ പറ്റും. അതായത് ഐ ഹാവ് ബീൻ പറഞ്ഞു, ഐ ഹാവ് ബീൻ ടീച്ചിങ് ഗ്രാമർ, അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ടേക്കിംഗ് ഗ്രാമർ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് ഐ ഹാവ് ബീൻ ടീച്ചിങ് ഗ്രാമർ ഫോർ ദ ലാസ്റ്റ് 10 years എന്ന് പറയാം. അല്ലെങ്കിൽ ഇനിയും ഒരു പോയിന്റ് ഓഫ് ടൈം 2 മാസമായിട്ട് ഫോർ 2 months, 2 ആഴ്ചയായിട്ട് ഫോർ 2 weeks. ഈ സ്ട്രക്ചറിന് മാറ്റം വരുന്നില്ല. അപ്പം ഈ എൻഡിങ്ങിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്തോണം, മാറ്റിക്കണം. ഫോർ 6 years, ഫോർ 5 years, ഫോർ 10 years എന്ന രീതിയിൽ നിങ്ങൾ സെൻറ്റൻസ് മാറ്റിക്കണം. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ ഈ 4 എടുത്ത് മാറ്റുക, എന്നിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യുക, സിൻസ് എന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പം സിൻസ് എന്ന കാറ്റഗറിയാണ് നമ്മൾ എങ്ങനെ പറയും, ഞാൻ സെയിം സെൻറ്റൻസ് ഐ ഹാവ് ബീൻ ടീച്ചിങ് ഗ്രാമർ സിൻസ് 1997, സിൻസ് 2 PM അല്ലെ 2 മണി മുതൽ പഠിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് പല സിറ്റുവേഷൻ വരും. ഇപ്പോൾ പേഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെൻറ്റൻസ് മേക്കുകയാണ്. പേഷ്യൻ്റ് എക്സസൈസ് കഴിഞ്ഞ 3 വർഷമായിട്ട് പേഷ്യൻ്റ് ഡയറ്റ് കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പേഷ്യൻറ്റ് മെഡിസിൻ എടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പേഷ്യൻ്റ് ഹാസ് ബീൻ ടേക്കിംഗ് മെഡിസിൻ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലെല്ലാം നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, അന്ന് മുതൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണം, പ്രസൻറ്റ് കണ്ടിന്യൂ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുകയാണ്, ഞാനിപ്പോൾ പഠിപ്പിക്കുകയാണ്, ഇപ്പോഴും ഞാൻ പഠിപ്പിക്കുകയാണ്, ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇത്ര നാളായിട്ട് യൂട്യൂബിൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആണെങ്കിൽ ഇപ്പോഴും തുടരുക. അപ്പോൾ ഐ ഹാവ് ബീൻ എന്ന കാറ്റഗറിയാണ്. ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഞാൻ തുടരുന്നുണ്ട്, ഞങ്ങൾ ഇപ്പോഴും തുടരുക. ഞങ്ങൾക്ക് ഓൺലൈൻ OETയുടെയും IELTSൻ്റെ ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട്. അപ്പം അത് നേരത്തെ തുടങ്ങി, ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ എല്ലാം ഐ ഹാവ് ബീൻ ടേക്കിംഗ്, ഷീ ഹാസ് ബീൻ. ഇനി നമ്മുടെ വർക്കിംഗ് എക്സ്പീരിയൻസ് പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, ചിലർ സെൻറ്റൻസ് ഒക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഷീ ഈസ് വർക്കിംഗ് ഫോർ ദ ലാസ്റ്റ് 5 years എന്ന് സെൻറ്റൻസ് കാണുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിനായിട്ട് ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷീ ഈസ് വർക്കിംഗ് എന്ന് പറഞ്ഞ സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം
ടൈമൂടെ പറയേണ്ടപ്പോൾ ഷീ ഈസ് വർക്കിംഗ് എന്ന് പറഞ്ഞ സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ആ സെൻറ്റൻസ് മേക്ക് ചെയ്യരുത്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഷീ ഈസ് വർക്കിംഗ് ഫോർ ദ ലാസ്റ്റ് 5 years എന്ന സെൻറ്റൻസ് മേക്ക് ചെയ്യരുത്. എന്ത് തന്നെ മേക്ക് ചെയ്യണം? ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഫോർ ദ ലാസ്റ്റ് 5 years എന്ന് തന്നെ പറയണം. ഞാൻ പഠിപ്പിക്കുകയാണ്, സിംപ്ലി പഠിപ്പിക്കുകയാണ്, ഐ എം ടീച്ചിങ്. ഞാൻ ആ ടെൻസോട് കമ്പയർ ചെയ്ത് പോവാം. അപ്പം ഞാൻ പഠിപ്പിക്കുകയാണ്, ടൈമൂടെ മെൻഷൻ ചെയ്യുമ്പം ഈ ഹാവ് ബീൻ ടൈം ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസും പ്രസൻറ്റ് കണ്ടിന്യൂസും ഡിഫറൻസ് മനസ്സിലായി. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഇനിയിപ്പോൾ ചില സ്റ്റുഡൻസ് വേറൊരു മിസ്റ്റേക്ക് ഞാൻ കാണുന്നുണ്ട്. ഡൗട്ടുകളെല്ലാം കൂടെ ഒന്നിച്ച് ഞാനങ്ങ് പറഞ്ഞു പോകാം കേട്ടോ. കാരണം വീഡിയോ നമുക്ക് എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് മനസ്സിലായി. എങ്കിലും അത് കാര്യങ്ങൾ പറയുമ്പോൾ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോകുമ്പോൾ എനിക്ക് സന്തോഷം. കാരണം നമ്മുടെ സ്റ്റുഡൻസിന് ഡൗട്ട് ക്ലിയർ ആവുന്നുണ്ട്. കാരണം വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ സ്റ്റുഡൻസ് ഓൾറെഡി വീഡിയോ കാണുന്നുണ്ട്. കാരണം അന്നേരം ഞങ്ങൾ വീഡിയോ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ അല്ലാതെ നമ്മുടെ വീഡിയോസ് ഇപ്പം ആദ്യമായിട്ട് ഇന്ന് കാണുന്ന സ്റ്റുഡൻസും ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് പറയുന്നത്. അപ്പം നിങ്ങളും ഇത് തെറ്റുണ്ടാക്കുന്നുണ്ടാകാം, മേ ബി നിങ്ങൾ ഓർക്കണം. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നെ നാളെ നിങ്ങൾക്ക് കോൺഫിഡൻസോടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതുവരെ വെറുതെ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം പലരും പറയാനുണ്ട്, സാർ ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഞങ്ങൾ ഇത്രയും ചിന്തിക്കുന്നില്ല. ബട്ട് നമ്മൾ ചിന്തിച്ചുകൂടെ എഴുതുവാണ് നമുക്ക് കുറേ സെൻറ്റൻസ്. കാരണം ഇപ്പോൾ നമ്മൾ ട്യൂട്ടറിന് എടുത്ത് കൊടുത്ത് നിങ്ങൾ ഓൺലൈൻ ട്രെയിനിങ് എടുക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഞങ്ങളുടെ ആയിരിക്കാം, മേ ബി നിങ്ങൾ വേറെ ഓൺലൈൻ ട്രെയിനിങ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ സെൻറ്റൻസ് പറയുമ്പോൾ ചിലപ്പോൾ ട്യൂട്ടർ അത് വെട്ടി, ബട്ട് നിങ്ങൾ ചോദിച്ച് കാണാം, മേ ബി എന്തുകൊണ്ടാണ് മാം അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ റീസൺ കിട്ടിക്കാണില്ല, മേ ബി കിട്ടി കാണാം. ചിലപ്പോൾ ചില ട്യൂട്ടേഴ്സിന് അറിയാം, അവരത് ക്ലിയർ ചെയ്യും, ചിലർ ക്ലിയർ ചെയ്യില്ല, അങ്ങനെയൊക്കെ പോകുന്നു. ബട്ട് നിങ്ങൾക്ക് ഇന്നത്തോടെ ഈ വീഡിയോയോട് നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടണം, ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യണം. അതിനാണ്. കാരണം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ കമൻറ്റുകളാണ് ഞാൻ വീഡിയോസ് ആക്കുന്നത്. എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഡൗട്ടുകൾ ഞാൻ ക്ലിയർ ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾക്ക് ഞാൻ ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞാൻ കാണുന്നതനുസരിച്ച് ഞാനത് ക്ലിയർ അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പലരോടും ഞാൻ കമൻറ്റ് തന്നിട്ടുണ്ട്, സാർ ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമെന്ന് ഞാൻ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അത് ക്ലിയർ ചെയ്യണം. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലൂടെ നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ശരിയല്ലേ? അപ്പം ടൈം വെച്ചാണെങ്കിലാണ് തെറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചില സ്റ്റുഡൻസ് ചോദിക്കുന്നത് ഞാൻ പറയാം, കുറേ വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്, അന്ന് അത് ടൈം ഉപയോഗിക്കുന്നില്ല, അപ്പോൾ ഷീ ഹാസ് ബീൻ വർക്കിംഗ് പറയാമോ എന്ന് മാത്രമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ടൈം ഉണ്ടെങ്കിൽ ഈ ഹാസ് ബീൻ ടൈം കൊടുക്കണം. കാരണം അതിനുവേണ്ടിയാണ് അത് ടെൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ടൈം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സിമ്പിളി ഈ സാമാർ ടൈം പറഞ്ഞാൽ മതി. കാരണം അതിന് ആ ടെൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ ക്ലിയറായിട്ട് 2 ടെൻസ് പറഞ്ഞു വെച്ചിരിക്കുക, ഇന്നടത്തൊക്കെ ഉപയോഗിക്കണമെന്ന്. അപ്പോൾ ഞാൻ സംസാരിക്കുകയാണ്, ഞാൻ പഠിപ്പിക്കുകയാണ്, സിമ്പിളി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇനി മുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യും, എനിക്കറിയാം. ഐ ആം ടീച്ചിങ്, നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കുമോ? അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഞാൻ പഠിപ്പിക്കുകയാണ് ഇന്നലെ മുതൽ എന്നാണ്, ഇന്നലെ മുതൽ എന്ന് ആഡ് ചെയ്തു. അപ്പം ഐ ആം ടീച്ചിങ് സിൻസ് യെസ്റ്റർഡേ എന്ന് ചിലരൊക്കെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. ഒരിക്കലും അങ്ങനെ കൺവേർട്ട് ചെയ്യില്ല. ശ്രദ്ധിച്ച് സെൻറ്റൻസ് എഡിറ്റ് ചെയ്യരുത്. ആ സെൻറ്റൻസ് സെറ്റാണ്. അപ്പോൾ നിങ്ങൾ എങ്ങോട്ട് എഡിറ്റ് ചെയ്യണം? ഐ ഹാവ് ബീൻ ടീച്ചിങ് സിൻസ് യെസ്റ്റർഡേ എന്നാക്കണം. കുറേ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പിന്നെ അത് പറയുമ്പോഴത്തേന് കുറച്ചുകൂടി ക്ലിയർ ആവും. ഒരു സെൻറ്റൻസിനൊക്കെ നല്ല കുറേ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ജനറൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മഴ പെയ്യുകയാണ്. സിമ്പിൾ, വളരെ സിമ്പിളായിട്ട് പറയാം, മഴ പെയ്യുകയാണ്. അപ്പം നിങ്ങൾ പറയുന്നു ഇറ്റ് ഈസ് റെയിനിങ്, അല്ലേ? ഇപ്പം 2 ആഴ്ചയായിട്ട് മഴ പെയ്യുകയാണ്, 2 ആഴ്ചയായിട്ടെന്നുള്ള ടൈം കൂടെ ആഡ് ചെയ്ത് മഴ പെയ്യുകയാണ്. വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങൾ തന്നെ പറയും, എന്ത് പറയും? ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്ങിലോട്ട് ഹാസ് ബീൻ ഇട്ട് INGയിലോട്ട് നിങ്ങൾ ടെൻസ് അങ്ങ് മാറ്റിയേക്കണം. അതായത് പ്ലസ് ഈസാമാർ ING നേരെ അപ്ഡേറ്റ് ചെയ്ത് ഹാസ് ബീൻ ING അല്ലെങ്കിൽ ഹാവ് ബീൻ INGയിലോട്ട് മാറ്റണം. സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ ING, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ ING നിങ്ങൾ സെൻറ്റൻസ് എഡിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തെറ്റില്ല. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓർക്കണം, ഇറ്റ് ഹാസ് ബീൻ, ഷീ ഹാസ് ബീൻ, ഐ ഹാവ് ബീൻ, വി ഹാവ് ബീൻ, സിംഗുലർ പ്ലൂറൽ, അതിനനുസരിച്ച് മാറ്റിക്കോണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടി, ഹാസ് ബീൻ ING, ഹാവ് ബീൻ ING. അപ്പോൾ നിങ്ങൾക്ക് ഇനി തെറ്റിക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി OETയോട് ബന്ധപ്പെട്ടാണെങ്കിലും നിങ്ങൾ സെൻറ്റൻസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതേ റൂൾ തന്നെ, ഗ്രാമർ എല്ലായിടത്തും റൂൾ ഇത് തന്നെയാണ്. ജനറൽ ആണെങ്കിൽ നിങ്ങളുടെ സെൻറ്റൻസ് ആണെങ്കിലും ദയവ് ചെയ്ത് ഓർക്കണം. അപ്പോൾ ഇവിടെ ഹാസ് ബീൻ ING ടൈം വെച്ച് ഉപയോഗിക്കുമ്പോൾ ഓക്കെ. അപ്പം എക്സാമ്പിൾസ് പറയുമ്പോഴത്തേന് ദ പേഷ്യൻറ്റ് ഹാസ് ബീൻ സ്മോക്കിംഗ് ഫോർ ദ ലാസ്റ്റ് 10 years, ദ പേഷ്യൻറ്റ് ഹാസ് ബീൻ സ്മോക്കിംഗ് ഫോർ ദ ലാസ്റ്റ് 3 months എന്നൊക്കെ പറയാം. ഫോർ ദ ലാസ്റ്റ് 2 weeks, സിൻസ് 1997 എന്നൊക്കെ പറഞ്ഞിട്ട് സിൻസ് 4 months സെൻറ്റൻസ് വയ്ക്കുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും നീ എത്ര നാളായിട്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നിങ്ങൾക്ക് OETയിൽ സിമ്പിളായിട്ട് ഹൗ ലോങ് ഹാവ് യു ബീൻ എന്ന് ചോദിച്ചാൽ മതി. നീ എത്ര നാളായിട്ട് നിനക്ക് നീ പുക വലിക്കുന്നുണ്ട്, നിങ്ങളെങ്ങനെ വളരെ സിമ്പിളായിട്ട് ഹൗ ലോങ് ഹാവ് യു ബീൻ, ഹൗ ലോങ് ഹാവ് യു ബീൻ സ്മോക്കിംഗ്, ഹൗ ലോങ് ഹാവ് യു ബീൻ എക്സ്പീരിയൻസിങ്. എന്നാൽ ഈ പെയിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഹൗ ലോങ് ഹാവ് യു ബീൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ആ സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാം. ഇത് എത്ര നാളായിട്ട്, സിൻസ് ഹൗ ലോങ് ഹാവ് യു ബീൻ
എക്സ്പീരിയൻസിങ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് സെൻറ്റൻസ് മേക്ക് ചെയ്യാം. അപ്പം ഇതെല്ലാം നിങ്ങൾ ഓർക്കേണ്ടത് എത്ര നാളായിട്ടെന്നുള്ള കാറ്റഗറി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴെല്ലാം ഹൗ ലോങ് എക്സസൈസ് ചെയ്യുന്നു, ഹൗ ലോങ് ഹാവ് യു ബീൻ, ഈ എക്സസൈസിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഹൗ ലോങ് ഹാവ് യു ബീൻ പ്രാക്ടീസിങ് യോഗ, അല്ലെങ്കിൽ എന്താണ് നീ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം ഹൗ ലോങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻറ്റൻസ്, അതുപോലെ വർക്ക് ചെയ്യുകയാണെന്ന് ചോദിക്കണം, സിംപ്ലി വർക്ക് ചെയ്യുന്നു, എത്ര നാട്ട് വർക്ക് ചെയ്യുന്നു, ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ്. ഇനി സിംഗുലർ ആണെങ്കിലോ ഹൗ ലോങ് ഹാസ് ഷീ ബീൻ വർക്കിംഗ് കേട്ടോ, അത് ഓർത്തോണം, ഹാസ് ഷീ ബീൻ വർക്കിംഗ് ആണ്. ഹൗ ലോങ് ഷീ ഹാസ് ബീൻ വർക്കിംഗ് എന്ന് ചിലർ പറയുന്നുണ്ട്, ബട്ട് അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇൻ്റർചേഞ്ച് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് പലയിടത്തായിട്ട്. അപ്പം ഹൗ ലോങ് ഹാസ് ഷീ ബീനും ഹൗ ലോങ് ഷീ ഹാസ് ബീനും പലരും പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും, അതിനകത്ത് പ്രശ്നങ്ങളില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹൗ ലോങ് എന്ന കാറ്റഗറി ചോദ്യം ചോദിക്കുക. അപ്പം ഡ്യൂറേഷൻ വെച്ചാണ് ഹാസ് ബീനും ഹാവ് ബീനും ഉപയോഗിക്കുന്നത്. സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ, പ്ലൂറലാണ് നിങ്ങൾ എന്ത് ഉപയോഗിക്കണം, ഹാവ് ബീൻ ഉപയോഗിക്കണം. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് കൊണ്ട് നമ്മൾ പറയുന്നത് ഹാഡ് ബീൻ ആണ്. ഇനി എവിടെ ഹാസ് ബീൻ ഹാവ് ബീൻ ക്ലിയർ ആയി. ഇനി എവിടെ ഹാഡ് ബീൻ നിങ്ങൾ ഓർക്കണം, ഹാഡ് ബീൻ ഇട്ട് ING, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, നമുക്കൊരു ഇത് ഓൾറെഡി ഇപ്പം തുടരുന്നില്ല. ഹാഡ് ബീൻ എന്ന് പറയുമ്പം ഇത് ഹാസ് ബീൻ ഹാവ് ബീൻ എന്ന് പറയുമ്പോൾ അത് തുടരുന്നുണ്ട്, അതിപ്പോഴും തുടരുക, പ്രസൻ്റ്ലി അത് കണ്ടിന്യൂയിങ് ആണ്. ഹാസ് ബീൻ ഹാവ് ബീൻ ഇട്ട് ING. ഹാർഡ് ബീൻ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഹാർഡ് ബീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ഞാനിപ്പം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പലരുടെ എക്സ്പീരിയൻസ് നിങ്ങൾ പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയും, ഞാനിവിടെ ഇന്ന നാൾ 97 മുതൽ 2000 വരെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പറയും. അങ്ങനെ നമ്മൾ സംസാരിക്കും. അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോഴത്തേനും നമുക്ക് ഹാസ് ബീൻ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാർഡ് ബീനാണ്. എന്തുപയോഗിക്കണം, അവിടെ ഹാഡ് ബീൻ ഉപയോഗിക്കണം. അപ്പോൾ ഞാനവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ പറയും, ഐ ഹാഡ് ബീൻ വർക്കിംഗ് ആസ് എ സ്റ്റാഫ് നേഴ്സ്, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറയുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, for 3 years എന്ന് പറഞ്ഞാൽ ഹാഡ് ബീൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ 3 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാ. സിൻസ് ഐ ലെഫ്റ്റ്, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് വിടുമ്പം, അല്ല അത് ഞാൻ വിട്ടു പോകുമ്പം അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ 2 ആസ്പെക്റ്റ് കണക്ട് ചെയ്ത് സെൻറ്റൻസ് മേക്ക് ചെയ്യാം. എന്നാൽ ഒരു ആസ്പെക്റ്റ് വെച്ചിട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലയിടത്തും പല രീതിയിലാണ് സെൻറ്റൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം തുടരുന്നില്ല, അതിനോടൊരു സെൻറ്റൻസ് കൂടെ കണക്ട് ചെയ്ത് നമുക്ക് സിൻസായി അറൈവ്ഡോ സിൻസായി ഡിഡോ സിൻസായി എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ 2 ഫിനിഷ്ഡ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് ഹാർഡ് ബീൻ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 2 പാസ്റ്റ് ആക്ഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് പെർഫെക്റ്റ് ആസ്പെക്റ്റ് പറയുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് ആസ്പെക്റ്റ്, അതേപോലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടെ ഇത്ര ഓർത്താൽ മതി, നിങ്ങൾക്ക് അത് ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ട് പോകും. അപ്പോൾ അത് ഓർക്കേണ്ട. പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ചെയ്യും, ക്ലാസ്സുകൾ പിന്നെ പറയാം, ഇപ്പോൾ സമയം പോകുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഹാഡ് ബീൻ ആണെങ്കിൽ തുടരുന്നുണ്ടായിരുന്നു എന്നാണ്, ഇപ്പോൾ അത് തുടരുന്നില്ല. ഹാസ് ബീൻ ഹാവ് ബീൻ ആണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം അത് ഇപ്പോഴും തുടരുന്നു എന്നാണ്, ഓർക്കണം. അപ്പം ഹൗ ലോങ് ഹാഡ് യു ബീൻ എന്ന കാറ്റഗറി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നീ എത്ര നാളത് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ എന്ന കാറ്റഗറിയാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ക്ലാസ് പോകുമ്പം ആദ്യത്തെ ക്ലാസ് സെക്ഷൻ എനിക്കറിയാം യൂസ്ഡ് ടുവിൻ്റെ കാറ്റഗറി, അതുമായിട്ട് ഇത് കണക്ട് ചെയ്യില്ല. യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ ഓർത്തോണം. അതായത് ഹാർഡ് ബീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ അത് ആ സമയത്ത് ഇന്ന ഡ്യൂറേഷൻ വെച്ചിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഓർത്തോണം. യൂസ് ടുവും ഹാഡ് ബീനും എല്ലാം കൂടെ കയറി തെറ്റിപ്പോകല്ലേ. നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മിസ്റ്റേക്ക് ഉണ്ടാകത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഹാഡ് ബീൻ എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂറേഷൻ 95 മുതൽ 2000 വരെ ഞാനവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലേ? ഞാൻ 95 മുതൽ 2000 വരെ ഞാൻ ആ ജോലി ചെയ്യുകയായിരുന്നു, അല്ലെ ഞാൻ ആ വർക്ക് ചെയ്യുകയായിരുന്നു, ഞാൻ പഠിപ്പിക്കുകയായിരുന്നു, ഞാൻ സംസാരിക്കുകയായിരുന്നു, അല്ല ഞാൻ അത്ര നാളെ സംസാരിക്കില്ല, അങ്ങനെ പറയില്ലല്ലോ. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും അന്ന് മുതൽ അന്ന് വരെ എന്ന ടൈം ഇട്ട് പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇന്ന് കുറച്ചേറെ ഡൗട്ടുകൾ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു വീഡിയോ നിങ്ങളുടെ ഡൗട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യും തോറും നല്ല ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതോടെ വീഡിയോയുടെ ലെങ്തും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വീഡിയോസ് കാണുക, വീഡിയോ മനസ്സിലാകുന്നില്ല നിങ്ങൾ വീണ്ടും കാണുക. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അന്നേരം കുറച്ചുകൂടെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നത്. കാരണം എൻ്റെ മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഈ വീഡിയോയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കമൻറ്റ് ബോക്സിൽ പോകാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് വീഡിയോസിന് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കമൻറ്റ്സ്, ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കുക. നമ്മളെ കൊണ്ട് ഞങ്ങൾക്ക് ആ ഡൗട്ടുകൾ ഞങ്ങൾ എടുക്കുന്ന ആ ഡൗട്ടാണ് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കുക. പലരും കേസ് നോട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടു. അപ്പോൾ അതൊക്കെ കമ്മിങ് സൂൺ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൂടുതൽ പെട്ടെന്നുള്ള ചെറിയ ഡൗട്ടുകൾ തീർത്ത് വീഡിയോ പോവാം, എന്നിട്ട് തന്നെ വീഡിയോ സക്സസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് നിങ്ങൾ വളരെ യൂസ്ഫുൾ ആയിട്ട് താങ്ക് യു ഒക്കെ പറയുന്നുണ്ട്. സന്തോഷം. അവർക്കെല്ലാം ഞാൻ നന്ദി പറയുകയാണ് എല്ലാവർക്കും. അപ്പോൾ ഒരുപാട് നിങ്ങൾ കുറച്ച് വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.